കൃപാവരങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സൊന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പഠിച്ച കാര്യങ്ങളൊന്ന് ഓടിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. കൃപാവരങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഒരുത്തൻ ശുശ്രൂഷിക്കുന്നെങ്കിൽ ദൈവം തന്ന പ്രാപ്തിക്കൊത്തണമായിരിക്കണം. അപ്പോൾ ശുശ്രൂഷകൾക്ക് ദൈവം തരുന്ന പ്രാപ്തിയാണ്, കഴിവാണ് കൃപാവരം എന്ന് നമ്മൾ വ്യക്തമായ തിരുവചനത്തിൽ നിന്ന് പഠിക്കുകയുണ്ടായി. പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് കൃപാവരങ്ങളെ ആസ്പദമാക്കി വേണം ദൈവസഭയുടെ ശുശ്രൂഷകൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സഭയ്ക്ക് കൃപാവരങ്ങൾ കൊടുക്കുന്നു. കൃപാവരം നമ്മൾ ഓർത്തതുപോലെ താലന്തുകളല്ല, മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള താലന്തുകളല്ല. വീണ്ടും ജനിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവ് കൊടുക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കുന്ന കഴിവുകളാണ്, പരിശുദ്ധാത്മാവിനാൽ കൊടുക്കുന്ന കഴിവുകളാണ് ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ കൃപാവരങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യകോണത്തിലെ ഉപദേശ വിഷയത്തിൽ ഏറ്റവും സംശയജനകമായ വിവാദമായി തീർന്നിരിക്കുന്ന ഒരു വിഷയമാണ് ഈ കൃപാവരങ്ങൾ എന്നുള്ളത്. നമ്മളതിനെ വളരെ വ്യക്തമായി വേർതിരിച്ച് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയുണ്ടായി. വേർതിരിച്ച് പഠിക്കാതെ ഈ കൃപാവരങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മൾ പഠിച്ചപ്പോൾ ശ്രദ്ധിക്കുകയുണ്ടായി, കൃപാവരങ്ങളെ മൂന്നായിട്ട് തിരിച്ച് പഠിക്കണമെന്ന് നമ്മൾ കണ്ടു. ഒന്ന്, അടിസ്ഥാനപരമായ കൃപാവരങ്ങൾ, ഫൗണ്ടേഷണൽ ഗിഫ്റ്റ്സ്. നമ്മളത് പഠിച്ചു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ് ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സഭയുടെ പണിക്ക് അടിസ്ഥാനപരമായ ദൈവം കൊടുത്ത രണ്ട് കൃപാവരങ്ങളാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ദൈവസഭയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നത് അവരുടെ ഉപദേശമാണ്. അവരെ പുതിയ നിയമസഭയ്ക്ക് ആവശ്യമുള്ള എല്ലാ ഉപദേശങ്ങളും അവരിലൂടെ കർത്താവ് വെളിപ്പെടുത്തി. അവരെ വീണ്ടും കർത്താവ് സഭയ്ക്ക് തരുന്നില്ല. നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും അടിത്തറ ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ വളരെ വ്യക്തമായി എഫെസ്യ ലേഖനത്തിൽ കണ്ടു, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേലാണ് ദൈവസഭ പണിയപ്പെട്ടത്. അപ്പോൾ ഫൗണ്ടേഷണൽ ഗിഫ്റ്റ്സ്, അടിസ്ഥാനപരമായിട്ട് നൽകപ്പെട്ട കൃപാവരങ്ങളാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. രണ്ടാമത് നമ്മൾ കണ്ടു താൽക്കാലിക കൃപാവരം, ടെമ്പററി ഗിഫ്റ്റ്സ്. ഈ ടെമ്പററി ഗിഫ്റ്റ്സിൽ നമ്മൾ ഓർക്കുകയുണ്ടായി, ഏതാണ്ട് 4 കൃപാവരത്തെ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വീര്യപ്രവൃത്തികൾ, മിറക്കിൾസ് ചെയ്യാനുള്ള കൃപാവരം, 2 രോഗശാന്തികളുടെ വരം, 3 വിവിധ ഭാഷാവരം, 4 ഭാഷകളുടെ വ്യാഖ്യാനം. ഇത് സഭയുടെ എല്ലാ കാലത്തും നിൽക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ 4 ടെമ്പററി ഗിഫ്റ്റ്സ്, താൽക്കാലിക കൃപാവരത്തെക്കുറിച്ച് നമ്മൾ ഏതാണ്ട് പഠിച്ച് തീരാറായി. ഒന്ന് നമ്മൾ ഓർത്തു, വീര്യപ്രവൃത്തികൾ, മിറക്കിൾസ്. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഘട്ടങ്ങളിൽ നടന്നതാണ്, അത് അടയാളമായിട്ട് നൽകപ്പെട്ടതാണ്. 2 നമ്മൾ ഓർത്തു, രോഗശാന്തികളുടെ വരം. ഇന്ന് രോഗശാന്തികളുടെ വരമുള്ള ആരുമില്ല. ആ വരം കൊടുത്തിട്ടുള്ളവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സുഖം വരുമായിരുന്നു. ഇന്ന് സൗഖ്യം വേണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നീതിമാന്മാരുടെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന കേട്ട് കർത്താവ് രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു. എല്ലാ രോഗികളെയും കർത്താവ് സുഖപ്പെടുത്തുന്നില്ല. നമ്മൾ വളരെ വിശദമായിട്ട് ആ ഭാഗം ശ്രദ്ധിക്കുകയുണ്ടായി. 4 നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഭാഷാവരം, ഗിഫ്റ്റ് ഓഫ് ടങ്സ്. തങ്ങൾക്ക് വശമില്ലാത്ത ഭാഷ പഠിക്കാതെ തന്നെ ഉപയോഗിക്കാനായിട്ടുള്ള കൃപ കർത്താവ് കൊടുത്തു. അതാണ് ആ ഭാഗം. നമ്മൾ ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം. ഏറ്റവും സംശയമുള്ള വേദഭാഗം നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചു. എന്നാൽ ഒന്നുകൂടെ ഞാനതൊന്ന് ഓർപ്പിച്ചങ്ങ് കടന്നു പോവുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17 തൊട്ടുള്ള വാക്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു.
നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു. ന്യൂ കിങ്സ് ജെയിംസ് വേർഷനാണ് ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ ഏറ്റവും മൂലഭാഷയോടുകൂടെ വാസ്തവത്തിൽ സത്യസന്ധമായിട്ട് നിലനിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു ഭാഷാപരം, ട്രാൻസ്ലേഷൻ. അതിൽ ന്യൂ കിങ്സ് ജെയിംസ് വേർഷൻ എടുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ മാർജിനിൽ വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് പറയുമ്പോൾ those who have believed, വിശ്വസിക്കാൻ പോകുന്നവരാൽ നടക്കുകയല്ല, വിശ്വസിച്ചവരാൽ നടക്കുകയാണ്. അതായത് കർത്താവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, വിശ്വസിച്ച അവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആരായിരുന്നു അത്? അപ്പോസ്തലന്മാരാണ്, അല്ലെങ്കിൽ അവരുടെ ക്ലോസ് അസോസിയേറ്റ്സ് ആണ്. നമ്മളതിൻ്റെ താഴെ വായിക്കുന്നുണ്ടല്ലോ, 20-ാം വാക്യം നോക്കി, അതേ അധ്യായത്തിൻ്റെ 20-ാം വാക്യം. അവർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. നോക്കുക, അവർ പോയി പ്രസംഗിച്ചപ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കും. അവർ കടന്നുപോയി പ്രസംഗിച്ചു, അവിടെ അത്ഭുതങ്ങൾ നടന്നു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. അപ്പോൾ വചനത്തെ ഉറപ്പിക്കാനായിട്ട് ദൈവം കൊടുത്ത അടയാളങ്ങളാണ് ഇവിടെ നമ്മൾ വായിച്ച ഈ 5 കൂട്ടം കാര്യങ്ങൾ. ഈ 5 കൂട്ടം കാര്യത്തിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഏത്? ഭാഷാവരം. നമുക്കിനിയും ഈ ഞാൻ എടുത്തത് കൊണ്ട് ഒരു ഭാഗം കൂടെ എടുത്തിട്ട് ആ ഭാഗം നമുക്ക് തിരിച്ചു വരാം. എബ്രായനെ ഇവിടെ നമ്മളൊന്ന് ടെൻസ് ഓർത്ത് വീണ്ടും ഞാനത് ഓർപ്പിക്കുകയാണ്, വ്യാകരണം ഓർക്കണം. 17-ാം വാക്യത്തിലെ വിശ്വസിച്ചവരാൽ, those who have believed, അവരാൽ ഇത് നടക്കും, ഫ്യൂച്ചർ ടെൻസ്, നടക്കും, ഭാവികാല പ്രയോഗം. അതിൻ്റെ 20-ാം വാക്യം നോക്കിയേ, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവിലൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. നടക്കും, ഫ്യൂച്ചർ ടെൻസ്, നടന്നു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. അത് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇനി എബ്രായലേഖനം 2-ാം അധ്യായം എടുത്ത്, ഹീബ്രൂസ് ചാപ്റ്റർ 2. ഈ 3 ഭാഗങ്ങൾ ഓർത്തിരുന്നാൽ നമുക്ക് ഈ വിഷയം ആര് തർക്കിക്കാൻ വന്നാലും നമുക്ക് വളരെ വ്യക്തമായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. ദൈവജനത്തെ സത്യസന്ധമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എബ്രായലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം തൊട്ട് വായിക്കാം, 3-4 വാക്യം. എങ്കിലും കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. 1, കർത്താവ് പറഞ്ഞു തുടങ്ങി. 2, 4-ാം വാക്യം, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ എന്താ നമ്മൾ വായിച്ചത്? വിശ്വസിച്ചവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആ വിശ്വസിച്ച അപ്പോസ്തലന്മാരുടെ കരങ്ങളാൽ ഇത് നടന്നു. ഇവിടെ അതാണ് വായിക്കുന്നത്, കർത്താവ് പറഞ്ഞു തുടങ്ങി, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. അപ്പോൾ അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. നടക്കും, നടന്നുകൊണ്ടിരുന്നു, അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നോക്കുക, ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അടയാളം കൊടുത്തത്. ഈ അടയാളങ്ങൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗിഫ്റ്റാണ്. നമ്മൾ ഓർത്തതുപോലെ എല്ലാ കാലത്തും അത് നിലനിൽക്കുന്ന കൃപാവരമല്ല. അത് 5 കൂട്ടം കൃപാവരങ്ങൾ ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുകയുണ്ടായി. എല്ലാ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാൽ അവർക്ക് ഹാനി വരില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. നമ്മളിതിൽ ഏതാണ്ടൊക്കെ പഠിച്ചു. ആ അപ്പോസ്തലന്മാരുടെ കരങ്ങളാൽ ഇതെല്ലാം നടന്നു. എന്നാൽ ഇതിനകത്തുനിന്ന് 2 എണ്ണം പെറുക്കിയെടുത്തിട്ടുണ്ട്, രോഗശാന്തികളുടെ വരവും ഭാഷാവരവും. ബാക്കി 3 എണ്ണം കൂടെ എന്താ അവരങ്ങ് എടുക്കാത്തത്? ബാക്കി 3 എണ്ണം എടുത്ത അപകടമാണ്. പാമ്പിനെ പിടിച്ചെടുത്താൽ അപകടമാ, മരണകരമായ എന്തെങ്കിലും കുടിച്ചാലും അപകടമാണ്, മരിച്ചു പോകും. എന്നാൽ മറ്റേ 2 എണ്ണം അവർക്ക് പ്രശ്നമില്ലാത്തത് കൊണ്ട് അതുണ്ടെന്ന് പറയുക. ഈ 5 കൂട്ടം കാര്യത്തിൽ 2 എണ്ണത്തിന് ഊന്നൽ കൊടുത്ത് ബാക്കി 3 എണ്ണം വിട്ടുകളഞ്ഞിരിക്കുക. അതിൽ തന്നെ നമുക്ക് സ്വാഭാവിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി, ഈ പറയുന്നതിനകത്ത് അസ്വാഭാവികമായ ഒന്നുണ്ട്. നമ്മൾ ആ ഭാഗത്ത് പഠിച്ചുകൊണ്ടിരുന്നത്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് നിർത്തിയത് ഈ ഭാഷാവരത്തെക്കുറിച്ചാണ്. എനിക്കൊന്ന് 1-2 ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഞാൻ ബാക്കി കാര്യങ്ങൾ എടുത്തങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നതോടെ ഞാനപ്പോൾ ഓർപ്പിച്ച് പോകാം. ടെമ്പററി ഗിഫ്റ്റ്സ്, താൽക്കാലിക കൃപാവരത്തിൽ നൽകപ്പെട്ട ഒരു കൃപാവരമാണ് ഈ ഭാഷാവരം. എന്താണ് ഈ ഭാഷാവരം? നമ്മൾ പഠിക്കുകയുണ്ടായി. അതായത് തങ്ങൾക്ക് വശമില്ലാത്ത ഭാഷ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പറയുവാൻ വേണ്ടി കൃപാവരമായി ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ ഭാഷാവരം.
അല്ലാതെ നമ്മൾ കേൾക്കുന്ന എന്തെങ്കിലും അവശബ്ദങ്ങളല്ല ഭാഷാപരം. ഇന്ന് എന്തെങ്കിലും അവശബ്ദങ്ങൾ കേട്ടാൽ അതൊരു ഭാഷാപരമാണെന്ന് ഒരു തെറ്റായ ധാരണയുണ്ട്. നമുക്കതിനെക്കുറിച്ച് ഞാൻ പിന്നീട് എടുക്കാം. ഈ ക്ലാസ് കൊണ്ട് തീർന്നില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് നോക്കാം. എന്നാൽ ഇന്ന് എടുത്തു തീർക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ എടുത്തു തീർത്തോട്ടെ. സഭയുടെ എല്ലാ കാലത്തും ഇതില്ലായിരുന്നു. ആരംഭഘട്ടത്തിൽ ഇതുണ്ടായിരുന്നു, അടയാളമായി നൽകപ്പെട്ടതാണെന്ന് നമ്മൾ കണ്ടു. അപ്പോസ്തല പ്രവൃത്തികളിൽ 3 ഭാഗത്ത് മാത്രമേ അന്യഭാഷ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 1 പെന്തിക്കോസ് പെരുന്നാളില്, 2 കൊർന്നല്യോസിന്റെ വീട്ടില്, 3 എഫെസോസിലെ ശിഷ്യന്മാർ. ഇത് 3ഉം എന്തുകൊണ്ടാണ് നമ്മൾ കാണുകയുണ്ടായി. കൊടിയ കാറ്റടിക്കുന്ന പോലെ, പിളർന്നിരിക്കുന്ന അഗ്നിജ്വാലകൾ പോലെ, നാവുകൾ പോലെ, തീവുകൾ പോലെ പ്രത്യക്ഷപ്പെട്ട് പെന്തിക്കോസ് പെരുന്നാളിൽ സംഭവം ഉണ്ടായി. സീനായ് പർവ്വതത്തിൽ ന്യായപ്രമാണം കൊടുത്തപ്പോൾ ഉണ്ടായ സംഭവം പോലെ പെന്തിക്കോസ് പെരുന്നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഭയങ്കരമായ സംഭവങ്ങൾ അവിടെ നടന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെ അവർ വിവിധമായ ഭാഷകൾ സംസാരിച്ചു. നമ്മൾ അവിടെ കൂടി വന്നവർ ഇത് അവരവരുടെ ഭാഷകളിൽ സംസാരിച്ച് കേൾക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുകയുണ്ടായി. ആ ഭാഗത്തിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാം. എന്നാൽ ഇവിടെ നോക്കുക, പെന്തിക്കോസ് പെരുന്നാളിൽ അടയാളമായി കർത്താവ് മഹത്വീകരിക്കപ്പെട്ടു. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അവൻ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായെങ്കിൽ ആത്മാവ് അതുവരെ വന്നിരുന്നില്ല. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, പുനരുത്ഥാനം പ്രാപിച്ചു, സ്വർഗാരോഹണം ചെയ്തു, പിതാവിന്റെ സന്നിധിയിൽ മഹത്വീകരിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. കർത്താവ് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളോടുകൂടെ ഇരിപ്പാൻ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടല്ല, കർത്താവ് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ച് മേടിച്ച് ഭൂമിയിലോട്ട് അയക്കുകയായിരുന്നു. ആ പരിശുദ്ധാത്മാവ് വന്ന ദിവസം അന്യഭാഷയിൽ അവർ സംസാരിച്ചു. 2, ആദിമ സഭ, ഈ അപ്പോസ്തലന്മാരൊക്കെ പ്രവർത്തിച്ചത് യഹൂദന്മാരുടെ മധ്യത്തിലാണ്. യെരുശലേമിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ഏതാണ്ട് 8 വർഷം കഴിഞ്ഞുപോയി. 8ാമത്തെ വർഷത്തിലാണ് കൊർന്നല്യോസിന്റെ വീട്ടില് പത്രോസിനെ ദൈവം പറഞ്ഞയക്കുന്നത്. ഈ കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ ഇവരുടെ മേൽ ആത്മാവിനെ പകർന്നിരിക്കുന്നു ദൈവം. ഇവരെ സ്നാനപ്പെടുത്താൻ ഇനി ആരാണ് ഇതിനെ തടസ്സപ്പെടുത്തുന്നത്? നമുക്ക് സാധ്യമല്ലെന്ന് പത്രോസ് പറയുന്നു ആ സംഭവം പറയുമ്പോൾ. എന്നാൽ അവിടെ പറഞ്ഞ പദം ശ്രദ്ധിക്കണം. 11-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, പരിശുദ്ധാത്മാവ് ആദ്യം നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോസ്തലപ്രവൃത്തി 11:15. അപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ പെന്തിക്കോസ് പെരുന്നാളിന്റെ അനുഭവം കഴിഞ്ഞിട്ട് പിന്നീട് ഈ അനുഭവം കാണുന്നത് 8 വർഷം കഴിഞ്ഞ് കൊർന്നല്യോസിന്റെ വീട്ടിൽ വെച്ചാണ്. ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ. അത് സാധാരണ സംഭവമായിരുന്നെങ്കിൽ ആ 11-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം അവിടെ വരില്ല. ആ സാധാരണ സംഭവമായിരുന്നെങ്കിൽ അത് വരില്ല. സാധാരണ സംഭവം അല്ലാത്തത് കൊണ്ടാണ് ആ പദത്തോടെ ഉപയോഗിച്ചത്. ആദിയിൽ നമ്മുടെ മേലെ പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും പകർന്നു, ഇനി ഇവരെ സ്നാനപ്പെടുത്താനായിട്ട് തടസ്സപ്പെടുത്താൻ സാധിക്കില്ലെന്ന് അവിടെ പറയുന്നു. 3ാമത്തേത് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലെ എഫെസോസിലെ ശിഷ്യന്മാരാണ്. നമ്മൾ ചിന്തിച്ചു അത് എന്തുകൊണ്ടാണ്. യെരുശലേമിലുള്ള യഹൂദന്മാര് എഫെസോസിലുള്ള യഹൂദന്മാരുമായിട്ട് സംസർഗമില്ലായിരുന്നു. എഫെസോസിലെ ഈ ദേശാന്തരികളായ 19-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ യഹൂദന്മാരെന്ന് വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഏതാണ്ട് പൗലോസിന്റെ പ്രവർത്തനം മൂലം അവിടെ വലിയ മന്ത്രവാദികളുടെ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് 50,000 വെള്ളിക്കാശിന്റെ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന പുസ്തകങ്ങൾ കൊണ്ടുവന്ന് അവിടെ ഇടുമ്പോൾ ഈ യഹൂദന്മാരുടെ ഒരു നല്ല ഭാഗം നമ്മളവിടെ വായിക്കുന്നു, ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാരെന്ന് വായിക്കുന്നു. ഈ യഹൂദന്മാരോട് മതഭക്തന്മാരായ യെരുശലേമിൽ പാർത്ത യഹൂദന്മാർ സംസർഗം നടത്തിയിരുന്നില്ല. എന്നാൽ അവരെയും കർത്താവ് സുവിശേഷം മൂലം സ്വീകരിച്ചെന്നുള്ളതിൻ്റെ അടയാളമായി ആത്മപകർച്ച അന്യഭാഷയോടുകൂടി അവിടെ നൽകപ്പെട്ടു. അങ്ങനെ ഈ 3 സംഭവമല്ലാതെ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ അന്യഭാഷയെക്കുറിച്ച് വേറെ വായിക്കുന്നില്ല. ഇനി നമുക്ക് ലേഖനത്തെ നമ്മൾ പരിശോധിച്ചു. പൗലോസ് 14 ലേഖനം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല പെന്തിക്കോസ് പെരുന്നാളിൽ സന്നിഹിതരായിരുന്ന ഏതാണ്ട് 4 നേതാക്കന്മാർ, ക്രിസ്ത്യൻ നേതാക്കന്മാർ, പത്രോസ്, യോഹന്നാന്, യാക്കോബ്, യൂദ, ഈ 4 പേര് പെന്തിക്കോസ് നാളിൽ സന്നിഹിതരായിരുന്ന 4 പേര് പുതിയ നിയമത്തിൽ ലേഖനം എഴുതിയിട്ടും ഇവരിൽ ആരും ഇതിനെക്കുറിച്ച് പരാമർശിക്കാതെ വിശുദ്ധ പൗലോസ് മാത്രമേ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളൂ.
പൗലോസ് 14 ലേഖനം എഴുതിയിട്ട് ഒരു ലേഖനത്തിൽ മാത്രമേ പൗലോസ് അത് പറഞ്ഞുള്ളൂ. അതും കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യരിൽ മാത്രം. 1 കൊരിന്ത്യരിലെ 3 അധ്യായം 12, 13, 14 ഈ 3 അധ്യായങ്ങള് അന്യഭാഷയെ വാസ്തവത്തിൽ നിരുത്സാഹപ്പെടുത്തുന്ന അധ്യായങ്ങളാണ്. ആ അധ്യായം നമ്മൾ വിശദമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തല്ലാതെ വേറെ എങ്ങും ഈ ഭാഷാപരത്തെക്കുറിച്ച് നമ്മൾ കാണുന്നില്ല. നമ്മൾ ഇതുവരെ ഞാൻ എടുത്ത വിഷയങ്ങളില്ല. ഇനി ഒരു പുതിയ ഭാഗത്തിലേക്ക് ഈ ഭാഷാപരത്തെക്കുറിച്ച് ഞാൻ എടുക്കുകയാണ്. എന്തിനാണ് ഈ ഭാഷാപരം കൊടുത്തതെന്നുള്ളത് എടുത്തിട്ട് അന്യഭാഷയിൽ നിന്നില്ല എന്നുള്ളത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകും. അവിടെയാണ് ഏറ്റവും പ്രധാനമായ ഭാഗം. ഈ അന്യഭാഷയുടെ ഉപയോഗം എന്തായിരുന്നു? 3 ഉപയോഗം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അന്യഭാഷ നൽകിയതിൻ്റെ 3 ഉപയോഗം. ഒന്ന് നമ്മളിപ്പോൾ ചിന്തിച്ചു. ഒന്നാമത് അത് അടയാളമായി നൽകി. ഇറ്റ് വാസ് എ സൈൻ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് പറഞ്ഞിട്ട് അവർ പുതുഭാഷകളിൽ സംസാരിക്കും. 5 കൂട്ടം അടയാളങ്ങളിൽ ഒരടയാളമായിരുന്നു പുതുഭാഷകളിൽ സംസാരിക്കുന്നത്. ഇനി 1 കൊരിന്ത്യർ 14-ാം അധ്യായം എടുത്തേ, അതിൻ്റെ 22-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 14-ാം അധ്യായം എടുക്കാം. 12, 13, 14 ഭാഷാപരത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഈ 3 അധ്യായങ്ങൾ പഠിക്കാൻ സാധിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള സകല സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ട് നമുക്ക് കിട്ടും. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. അതുകൊണ്ട് അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കാണ്. അണ്ടർലൈൻ ഇട്ട് സൂക്ഷിച്ചോ. അത് നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്നാൽ കൊരിന്ത്യ ലേഖനത്തെ പൗലോസ് എഴുതിയപ്പോൾ എഴുതി അത് അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്ക്. അപ്പോൾ സഭയിലാണോ ഇത് ഉപയോഗിക്കേണ്ടത്? സഭയിൽ ആരാ ഉള്ളത്? വിശ്വാസികളാണ്. സഭ കൂടി വരുന്നത് ദൈവസമക്കളാണ്. വാസ്തവത്തിൽ ഇത് അടയാളമായി നൽകിയത് ദൈവമക്കൾക്കല്ല. ദൈവമക്കൾക്ക് അടയാളം കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇവിടെ അടയാളം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരെയാണ്. എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ നോക്കുക, അവിശ്വാസികളായിട്ട് വാസ്തവത്തിൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യം നോക്കി. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം. യേശു അവനോട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ, നിങ്ങൾ അടയാളം അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. അപ്പൊ യഹൂദന്മാരെ കുറിച്ച് വായിക്കുന്നുണ്ട്. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. അപ്പോൾ ഈ അടയാളം അന്വേഷിച്ചത് പ്രധാനമായിട്ടും യഹൂദന്മാരാ. നമ്മൾ നോക്കിയേ, ഈ 3 സംഭവങ്ങളും അപ്പോസ്തലപ്രവൃത്തികളിൽ സംഭവിക്കുമ്പോൾ അത് ആർക്കായിരുന്നു അടയാളം? ശരിക്കും യഹൂദന്മാർക്കല്ലേ. പെന്തിക്കോസ്ത് പെരുന്നാൾ യഹൂദന്മാർക്ക് അടയാളമായിരുന്നു. കൊർന്നല്യോസിന്റെ വീട്ടിലെ അന്യഭാഷാ ഭാഷണവും അവരെ കൈക്കൊണ്ടുവന്ന് യഹൂദന്മാരായ വിശ്വാസികൾ യെരുശലേമിലുള്ളവർക്ക് അടയാളമായിട്ട് നൽകപ്പെട്ടു. എഫെസോസിലെ ശിഷ്യന്മാരെയും കർത്താവ് സ്വീകരിച്ചൊന്ന് യെരുശലേമിലുള്ള യഹൂദന്മാരായ ശിഷ്യന്മാർക്ക് അടയാളമായിട്ട് നൽകി. അപ്പം അടയാളം പ്രധാനമായിട്ട് നൽകിയത് യഹൂദന്മാർക്കാണ്. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കിയേ, ഈ അടയാളം കൊടുത്തിരിക്കുന്നത് പെന്തിക്കോസ്ത് പെരുന്നാളിലും ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവിശ്വാസികളായ മനുഷ്യർക്ക് ഇതൊരു അടയാളമായി തീർന്നു. നമ്മൾ നേരത്തെ അത് പഠിച്ചു. എബ്രായർ 2-ന്റെ 3-4 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ഗോഡ് ഓൾസോ ബിയറിംഗ് ദ വിറ്റ്നസ് ബോത്ത് വിത്ത് സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും ആൻഡ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും, അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിൽസ്. ഇംഗ്ലീഷിൽ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. ടങ്സിന്റെ അന്യഭാഷയുടെ ഒരു പ്രധാനമായ ഉദ്ദേശം അത് അടയാളമായിരുന്നു. 2, ഇറ്റ് വാസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിനായിരുന്നു. ആശയവിനിമയം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന് 8-ാം വാക്യത്തിൽ പെന്തിക്കോസ്ത് പെരുന്നാളിൽ അന്യഭാഷ സംസാരിച്ചപ്പോൾ കൂടി വന്ന ജനം പറയുന്നത്, നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? അത്ഭുതപ്പെടുകയാണ്. ഈ മുഖവരായ ഗലീലക്കാര് ഇവരൊരിക്കലും ഈ ഭാഷകൾ പഠിച്ചിട്ടില്ല. നാം ഓരോരുത്തൻ 14-16 ഭാഷകളിലുള്ള ജനങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട്. നാം ഓരോരുത്തൻ നാം ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കുന്നത് എങ്ങനെ? അതിന് 11-ാം വാക്യത്തിൽ
നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ച് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാഷയുടെ ഉദ്ദേശം കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയത്തിനാണ്. നമ്മൾ ഓർത്തു അന്യഭാഷ നൽകപ്പെട്ടത് അടയാളമായിട്ട്. രണ്ടാമതായിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നു, ഇറ്റ് വാസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്താനായിട്ടാണ്. ഈ മുഖവരായ ഗലീലക്കാര്, ഭാഷ പഠിച്ചിട്ടില്ലാത്തവര്, സാധാരണക്കാര് ഇവരുടെ ഭാഷകളിൽ സംസാരിച്ച് കേട്ടപ്പോൾ അവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചു, ഈ അപ്പോസ്തലന്മാർ അന്ന് അറിയപ്പെട്ട സകല ലോകവും സുവിശേഷീകരിച്ചു. അവരെങ്ങും പോയൊരു ഭാഷയും പഠിച്ചില്ല. തോമസും ബർത്തലോമയും ഇന്ത്യയിൽ വന്നു. ആ രണ്ട് അപ്പോസ്തലന്മാർ ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ ഭാഷ പഠിച്ചിട്ടില്ല. നമുക്കറിയാം, തോമസ് വന്നത് കൊടുങ്ങല്ലൂരാണെന്ന് പറയുന്നു. അവിടെ വന്ന് മലയാളത്തിൽ അദ്ദേഹം കൊടുങ്ങല്ലൂരുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ അത് പഠിച്ചിട്ട് പറഞ്ഞതല്ല. കർത്താവ് കൊടുത്ത കൃപാവരം കൊണ്ട് വിശ്വസിച്ചിരുന്ന അവരാൽ, കർത്താവ് പറഞ്ഞ ഗണത്തിൽപ്പെട്ട അപ്പോസ്തലന്മാരിൽ കൂടെ അന്ന് കേരളത്തിൽ വന്ന തോമസ് അപ്പോസ്തലൻ കൊടുങ്ങല്ലൂരുള്ള ആ ബ്രാഹ്മണരായവരെ, ആ കുളത്തിൽ കുളിക്കുന്നവരോട് സുവിശേഷം അറിയിപ്പാൻ തനിക്ക് സാധിച്ചത് ഈ കൃപാവരം കൊണ്ടാണ്. വിശ്വസിച്ച അവരാൽ ഈ അടയാളങ്ങൾ നടന്നു. ഇവിടെ നമ്മൾ ഓർക്കണം, അത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്, ആശയവിനിമയത്തിന് വേണ്ടിയാണ്. എന്നാൽ ഈ കൃപാവരം ആദിമ നൂറ്റാണ്ടിൽ നിലനിന്ന സമയത്ത് കൊരിന്ത്യ സഭയിലും ചിലർക്ക് ഈ ഭാഷാവരം ഉണ്ടായിരുന്നു. ആ കൊരിന്ത്യ സഭ ഈ ഭാഷാവരം ഉള്ളതുകൊണ്ട് അവർ മഹാ ആത്മീയ അഹങ്കാരികളായി തീർന്നു എന്ന് വേണേൽ പറയാം. ഞാൻ അതിൻ്റെ തെളിവുകൾ വേണമെങ്കിൽ തരാം. എന്നാൽ അവരെ സംബന്ധിച്ച് ഈ അന്യഭാഷ ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ നിർവഹിക്കുന്നില്ല. നോക്കിയാട്ടെ, 1 കൊരിന്ത്യർ 14 അധ്യായത്തിൻ്റെ 6 വാക്യം നോക്കിയേ. 6 വാക്യം പൗലോസ് അവരോട് ചോദിക്കുകയാണ്, സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകൾ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? അവിടെ പൗലോസ് പറയുന്നത് ഇത് ആശയവിനിമയത്തിനാണ്. നിങ്ങൾക്കല്ലെങ്കിൽ എന്ത് പ്രയോജനം വരും? അതിൻ്റെ ശേഷം അടുത്തായിട്ട് പൗലോസ് 7ഉം 8ഉം വാക്യത്തിൽ പറയുന്നത്, കുഴൽ, വീണ എന്നിവ നാദഭേദം കാണിക്കാഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല. വീണ്ടും എടുത്തു പറഞ്ഞു, കാഹളം തെളിവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്കാറ് പുറപ്പെടും എന്ന് പറഞ്ഞാൽ കാഹളം ധ്വനിക്കുന്നത് ഒരാശയവിനിമയത്തിനാണ്, പടയ്ക്ക് പുറപ്പെടണം. കുഴൽ വീണ മീട്ടുമ്പോൾ അതും നാദഭേദം കാണിക്കാതിരുന്നാൽ ആർക്കും അതിൻ്റെ പ്രയോജനമില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ പൗലോസ് പറഞ്ഞ പോലെ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ ഞാൻ വന്നൊരു അന്യഭാഷ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ഞാനിപ്പോൾ ഇവിടെ മലയാള ഭാഷയിൽ സംസാരിക്കുന്നു, നിങ്ങൾക്ക് മലയാള ഭാഷ അറിയാം. ഞാനിവിടെ നിന്നുകൊണ്ട് നാഗാലാൻഡ് ഭാഷ ഉപയോഗിക്കുകയാണ്, ആ ഭാഷയിൽ ഞാൻ സംസാരിക്കുകയാണ്, കൊഹീമ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകും? അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകും? ഇതാണ് കൊരിന്ത്യ സഭയിൽ സംഭവിച്ച കാര്യം. അവിടെ കൂടി വരുന്നവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഇവർ ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചപ്പോൾ പൗലോസ് അവരോട് പറയുകയാണ്, ഇത് ആശയവിനിമയത്തിന് വേണ്ടി നൽകപ്പെട്ടതാണ്. 11 വാക്യം നോക്കിയേ. 11 വാക്യം, ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർമരനായിരിക്കും, സംസാരിക്കുന്നവൻ എനിക്കും ബർമനായിരിക്കും. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഭാഷാന്തരം വില്യം ബാർക്ലേ എഴുതിയിരിക്കുന്നത്, so then if I do not understand what the voice is trying to say, I will be a foreigner to him who speaks, and he who speaks will be a foreigner as far as I am concerned. He will be a foreigner. അവൻ വെറും ഒരു പരദേശിയായിട്ടേ ഇരിക്കത്തുള്ളൂ, എനിക്ക് അവനെ ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നോക്കണം, ഈ കൊരിന്ത്യ സഭയിലെ ചിലർ ഭാഷാവരം ദൈവം ഉദ്ദേശിച്ച വിധത്തിൽ ഉപയോഗിക്കാതെ അവർ തങ്ങളുടെ ഒരാത്മികമായ ഇതൊക്കെ പ്രകടമാക്കാൻ വേണ്ടി ഉപയോഗിച്ചതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 14 അധ്യായത്തിന് 23 വാക്യം പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചേ. 23 വാക്യം, സഭയൊക്കെയും ഒരുമിച്ചുകൂടി എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നെങ്കിൽ ആത്മവരില്ലാത്തവനോ അവിശ്വാസം അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയില്ലയോ? ഇത് സഭയിലെ ഈ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരുന്നാൽ പുറത്തുള്ള ഒരുത്തൻ, ഭാഷ അറിയാത്ത ഒരുത്തൻ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയും. അങ്ങനെയുള്ള സഭയോട് ചോദിക്കുന്ന ഒരു വാക്യം, സംശയജനകമായ വാക്യമാണ്. അതിൻ്റെ 2 വാക്യം നോക്കിയേ. 2 വാക്യം വളരെ സംശയമുള്ളൊരു കാര്യം. ഇതാണ് എടുത്ത് കോട്ട് ചെയ്യുന്നൊരു വാക്യം. അന്യഭാഷയെ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും ആത്മാവിൻ്റെ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ധാരണയുണ്ട്,
അന്യഭാഷയിൽ സംസാരിക്കുന്നവന് മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല, ദൈവത്തിനെ മനസ്സിലാകത്തുള്ളൂ എന്ന് ഒരു ചിന്താഗതി ഇവിടെയുണ്ട്. വാസ്തവത്തിൽ ഈ വാക്യം വളരെ ശാന്തമായി വായിച്ചാൽ, ഈ 3 അധ്യായങ്ങൾ ചേർത്ത് വായിച്ചാൽ അതിന് പറയേണ്ട ഭാഷ എന്താണ്? സർക്കാസിസം എന്ന് പറഞ്ഞാൽ ഒരു പൗലോസ് പറയുന്ന ഒരു ഭാഷയുടെ ഒരു പ്രത്യേക പ്രയോഗമാണ്. നിങ്ങൾ ഈ കൂടി വന്നിട്ട് ഈ അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ ദൈവത്തോടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നോക്കിയേ. ഭാഷാപരം ഒരു കൃപാപരമാണല്ലോ. 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. എന്നാൽ 7-ാം വാക്യം, എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിന് നൽകപ്പെടുന്നു. അപ്പൊ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്തിനാ? പൊതുപ്രയോജനത്തിനാ. ദൈവം എനിക്ക് കൃപാവരം തന്നെങ്കിൽ ആ കൃപാവരം ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, ആ കൃപാവരം പൊതുപ്രയോജനത്തിനാണ്. എന്നാൽ ഇവിടെ ഇവർ പൊതുപ്രയോജനത്തിനായിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് എന്തിനാ? പൗലോസ് പറയുന്ന പോലെ നിങ്ങൾ മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, മനുഷ്യരോട് സംസാരിക്കേണ്ടതാണിത്. ഈ കൃപാവരം തന്നിരിക്കുന്നത് ആത്മീയ വർധനയ്ക്കാണ്, പൊതുപ്രയോജനത്തിനാണ്. നിങ്ങളിപ്പോൾ മനുഷ്യരോടല്ല സംസാരിക്കുന്നത്. അതിൻ്റെ 28-ാം വാക്യം നോക്കി. 1 കൊരിന്ത്യർ 14-28-ാം വാക്യം. 28-ാം വാക്യം. വ്യാഖ്യാനമില്ലാഞ്ഞാൽ അന്യഭാഷൻ സഭയിൽ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. അവന് മിണ്ടാതിരിക്കാനായിട്ട് ആവശ്യപ്പെടും. വ്യാഖ്യാനമില്ലാതെ എന്നാൽ അവൻ തന്നെ ഇരുന്ന് ദൈവത്തോട് സംസാരിച്ചോണം, മനുഷ്യരോട് സംസാരിക്കാൻ പാടില്ല. കൃപാവരങ്ങൾ നിലനിന്ന കാലത്ത് പോലും. കാരണം കൃപാവരം നൽകിയത് അത് ആശയവിനിമയത്തിന് വേണ്ടിയാണ്, പൊതുപ്രയോജനത്തിനാണ്. എന്നാൽ ഇവിടെ ഈ 2-ാം വാക്യത്തിൽ ഒരു ഭാഷയുടെ ഒരു പ്രയോഗത്തിലൊരു പെശക് പറ്റിയിട്ടുണ്ട്. ഞാനൊന്ന് തിരുത്തി തരാം. ആ 14-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അന്യഭാഷ മനുഷ്യരുള്ള ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നല്ല ഭാഷാന്തരം ചെയ്യേണ്ടത്, ആരും കേൾക്കുന്നില്ലല്ലോ എന്ന്. അതാണ് അതിൻ്റെ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ. അക്കൗ എന്ന് പറയുന്ന AKOUO, അക്കൗ, ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം കേൾക്കുന്നില്ലല്ലോ, മനസ്സിലാകുന്നില്ലല്ലോ. 1-2 വാക്യം വേണേ ഞാൻ കാണിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം എടുത്താട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ അതേ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ആ വാക്കാണ് ഇവിടെ ഈ വിധത്തിൽ ഭാഷാന്തരം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 43-ും 47-ഉം വാക്യം. 43-ാം വാക്യം. എൻ്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടാണ്. ഈ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നല്ല, ആരും കേൾക്കുന്നില്ലല്ലോ. അവരിന്ന് മനസ്സിലാക്കേണ്ടതാ, എന്നാൽ ഇവർ മനസ്സിലാക്കുന്നില്ലല്ലോ. 2-ാമത്തെ 47-ാം വാക്യം നോക്കി. ദൈവസന്ധതി ആയവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്ധതി അല്ലായികൊണ്ട് കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആ അന്യഭാഷയെക്കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലെന്നാണ്. അവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്, മനുഷ്യനോടല്ല. നിങ്ങൾക്കിത് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. കൃപാവരം കൊടുത്തതിൻ്റെ ഉദ്ദേശം അതല്ല, ദൈവത്തോട് സംസാരിക്കാനല്ല. എന്തൊരു അബദ്ധമാണെന്ന് ആലോചിക്കണേ. ദൈവത്തോട് സംസാരിക്കാൻ വല്ല ഭാഷ വേണോ? ദൈവത്തിന് മനസ്സിലാകാത്ത ഏത് ഭാഷയാണുള്ളേ? നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ തിരിച്ചറിയുന്ന ദൈവം. ആ ദൈവത്തോട് സംസാരിപ്പാൻ ഒരു പ്രത്യേക ഭാഷ നമുക്ക് ആവശ്യമില്ല. കൃപാപരമായിട്ട് ഒരു ഭാഷ തരത്തില്ല. നമ്മളിലുള്ള ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഞരക്കങ്ങൾ പോലും തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ ഈ കൃപാവരം കൊടുത്തത് മനുഷ്യനോടുള്ള ആശയവിനിമയത്തിനാണ്. പൗലോസൂടെ പറയുന്നത്, നിങ്ങൾ കൂടി വന്ന് ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, ആരും ഗ്രഹിക്കുന്നുമില്ല, അതാ തിരിച്ചറിയുന്നില്ലെന്നുള്ള വാക്കിവിടെ പറഞ്ഞത്. അല്ലാതെ അത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇന്ന് പറയുന്ന പോലുള്ള വ്യാഖ്യാനമല്ല അവിടുത്തെ ആശയം. തിരിച്ചറിയുന്നില്ല. അതിനല്ല ഇത് തന്നത്, ഇത് തന്നത് മനുഷ്യരോട് സംസാരിക്കാനാ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്നില്ലെന്നാണ് പൗലോസ് അവിടെ പറഞ്ഞതിൻ്റെ ആശയം. 3-ാമത്, ഇത് കൊടുത്തത് എഡിഫിക്കേഷന് വേണ്ടിയാണ്, ആത്മീക വർധനയ്ക്കാണ്. നോക്കുക, 14-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. സകലവും, ലെറ്റ് ഓൾ ബി ഡൺ ഫോർ എഡിഫിക്കേഷൻ. ആത്മീക വർധനയ്ക്ക് വേണ്ടിയാണ് ഇത് കൊടുത്തത്. ഇവരെ ആത്മീക വർധന ഇവർക്ക് സംഭവിക്കുന്നില്ല, ഇവർ അന്യഭാഷ പറയുന്നുണ്ട്. കൊരിന്ത്യ സഭയെക്കുറിച്ച് നോക്കിയാൽ ഞാൻ 1-2 വാക്യമാണ് എടുത്ത് കാണിക്കാം. അപ്പോൾ അവരുടെ ആത്മീയ നിലവാരം മനസ്സിലാക്കി. 14-ന്റെ 20-ാം വാക്യം നോക്കിയേ.
14:20 സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിക്കും, ബുദ്ധിയിലോ മുതിർന്ന്. നിങ്ങൾ കുഞ്ഞുങ്ങളാകരുതെന്ന് പറഞ്ഞാൽ ഇവര് ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാണ്. കൊരിന്ത്യ സഭ ആത്മീയ വളർച്ച സംഭവിച്ചിട്ടില്ല. 1 കൊരിന്ത്യർ 3:1 1 കൊരിന്ത്യർ 3 എനിക്ക് സഹോദരന്മാരെ നിങ്ങളോട് ആത്മീയന്മാരോടെന്ന പോലെ അല്ല, ജഡീയന്മാരോടെന്ന പോലെ ക്രിസ്തു ശിശുക്കളായവർ എന്നവരോട് എത്ര സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഇവരാരാണ്? ശിശുക്കളാണ്. ആത്മീയ വളർച്ച സംഭവിച്ചിട്ടില്ല, ജഡീയന്മാരാണ്, ബുദ്ധിയിൽ വളർന്നിട്ടില്ല, ആത്മീയ കാര്യത്തിൽ വളർന്നിട്ടില്ല. എന്നാൽ ഇവര് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആത്മീയ കാര്യങ്ങളിൽ വളർന്നിട്ടില്ലെങ്കിലും ഈ ഭാഷാപരം ഉപയോഗിച്ചത് കൊണ്ട് ഇവർ വലിയ ആത്മീയ അഹങ്കാരമുള്ളവരായി മാറി. ഇവരുടെ ഇടയിൽ ഇല്ലാത്ത ഒരു പ്രശ്നമില്ലായിരുന്നു. ഇന്ന് കാണുന്ന ഏത് പ്രശ്നം നമ്മൾ എടുത്താലും ആ പ്രശ്നം മുഴുവൻ ഇവരുടെ മധ്യത്തിലുണ്ടായിരുന്നു. ജാതീയ കോടതിയിൽ പോകുന്നുണ്ട്, സ്ത്രീകൾ ചിട്ടമില്ലാതെ സഭയിൽ വരുന്നുണ്ട്, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നുണ്ട്, വ്യഭിചാരം ചെയ്തവരെ സഭയിൽ വെച്ചു പുലർത്തുന്നുണ്ട്, മദ്യപിച്ചിട്ട് കർത്തൃമേശയിൽ വരുന്നുണ്ട്, അവരെ ആത്മീയജന്യം കൊടുത്ത പൗലോസിന് ഭ്രാന്തുണ്ടെന്ന് പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ അല്ലെന്ന് ഇവർ പറയുന്നുണ്ട്. നമ്മൾ എണ്ണി നോക്കിയാൽ സകല പാപങ്ങളും നിറഞ്ഞു നിന്ന ഒരു സഭയായിരുന്നു ഈ കൊരിന്ത്യ സഭ. ആത്മീകമായി ഇവർക്ക് ഒരു വളർച്ചയുമില്ല. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ശിശുക്കളെന്നാ വിളിച്ചിരിക്കുന്നു. എന്നാൽ ഇവർ ഈ അന്യഭാഷ പറഞ്ഞിരുന്നത് കൊണ്ട് ഇവർ ആത്മീയ അഹന്തയുള്ളവരായിട്ട് മാറി. ഏതാണ്ട് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഇതൊരു വലിയൊരു കണിയായിട്ട് മാറിയിരിക്കുകയാണ്. ക്രിസ്ത്യ സഭയിൽ ഇന്നത് ഒരു കണിയായിട്ട് ഈ ആധുനിക ഈ കരിസ്മറ്റിക് മൂവ്മെന്റ്, ഈ ഭാഷാപരത്തിൻ്റെ മൂവ്മെന്റ് ഒരു 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 കണിയായിട്ട് മാറിയിരിക്കുക. ദൈവസഭയ്ക്ക് ആവശ്യം വാസ്തവത്തിൽ ഈ അന്യഭാഷയല്ല, ഈ 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രവചനമാണ് ആവശ്യമെന്ന്. നമുക്ക് ദൈവം വെച്ചാൽ അത് പിന്നീട് ചിന്തിക്കാം. വാഞ്ചിക്കാൻ ആവശ്യപ്പെട്ടത് പ്രവചനപരമാണ്, അന്യഭാഷയല്ല. 1-ാം വാക്യത്തിൽ പറയുന്നില്ലേ, ആത്മീയവരങ്ങൾ വിശേഷാൽ പ്രവചനപരം വാഞ്ചിപ്പേൻ. പ്രവചിക്കുന്നവൻ ആത്മീയവർദ്ധനയ്ക്കായി പ്രബോധനത്തിനായി ജനങ്ങളോട് സംസാരിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു പ്രവചനപരത്തെക്കുറിച്ച്. അപ്പോൾ അതാണ് മനുഷ്യൻ വാഞ്ചിക്കേണ്ടത്. എന്നാൽ ഇന്ന് വാഞ്ചിക്കുന്നത് എന്തുവാ? അന്യഭാഷയാണ് വലിയൊരു സംഘം ഇന്ന് വാഞ്ചിക്കുന്നത്. ആ ഭാഗം കൂടെ വിടട്ടെ. ഇനി വളരെ പ്രധാനമായ, നമ്മൾ ഓർത്തു, 3 ഉദ്ദേശത്തോടു കൂടിയാണ് അന്യഭാഷ ആ 1-ാമത് നൂറ്റാണ്ടിൽ കർത്താവ് കൊടുത്തത്. 1, അടയാളമായി നൽകി. 2, ആശയവിനിമയത്തിന് നൽകി. 3, ആത്മീയ വർധനയ്ക്കായിട്ട് നൽകി. ആത്മീയ വർധനയ്ക്കായിട്ട് ഉതകണം. അതുകൊണ്ടാണ് സഭയെ കൂടി വരുമ്പോൾ അന്യഭാഷ പറയുന്നവൻ വ്യാഖ്യാനിയില്ലെങ്കിൽ മിണ്ടാതിരിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം ശ്രദ്ധേയമായ ഭാഗമാണ്. ഈ അന്യഭാഷ താൽക്കാലിക കൃപാവരമായിരുന്നു എന്ന് പുതിയ നിയമത്തിൽ നിന്ന് ഞാൻ തെളിയിക്കാനായിട്ട് പോവുകയാണ്. ഇനിയുള്ള സമയം കൊണ്ട് ആ ക്ലാസ് കൂടെ എടുത്തോട്ടെ. നിങ്ങൾ ആ ഭാഗം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. ശരിക്കും സൂക്ഷ്മബുദ്ധിയോടുകൂടെ പഠിക്കുന്നില്ലെങ്കിൽ അത് മനസ്സിലാകത്തില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാം. വളരെ ലളിതമായിട്ട് ആ ഭാഗം ഞാൻ എടുക്കാൻ നോക്കാം. ആത്മാർത്ഥമായത് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഭാഗം അത് വ്യക്തമാക്കി തരും. 1, ഈ 3 അധ്യായങ്ങളിലാണ് 1 കൊരിന്ത്യർ 12, 13, 14 ഈ 3 അധ്യായങ്ങളിലാണ് അന്യഭാഷയെക്കുറിച്ച് ലേഖനങ്ങളിൽ ആകെ ലഭിച്ചിരിക്കുന്ന പരാമർശം. പൗലോസ് 14 ലേഖനം എഴുതിയിട്ട് ഇവിടെ മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. അത് 1 കൊരിന്ത്യർ മാത്രം. എന്നാൽ ഈ 3 അധ്യായങ്ങളിൽ ലോകപ്രസിദ്ധമായ അധ്യായം ഇതിൻ്റെ നടുക്ക് വെച്ചിരിക്കുക. ആ അധ്യായത്തിൻ്റെ പേരാണ് എന്താ? സ്നേഹത്തിൻ്റെ അധ്യായം, 13-ാം അധ്യായം. എന്തിനാണ് ഈ 13-ാം അധ്യായം കൊണ്ടുവന്ന് ഈ 2 അധ്യായങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവച്ചത്? ഈ കൃപാവരങ്ങളിൽ പുകഴ്ന്നിരുന്ന ഈ സഭയുടെ, അന്യഭാഷയിലും ഈ കാര്യങ്ങളിൽ പുകഴ്ന്നിരുന്ന ഈ സഭയുടെ ഈ ലേഖനം എഴുതുമ്പോൾ, അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് പൗലോസ് എഴുതുമ്പോൾ, എന്തിനാണ് ഈ 13-ാം അധ്യായം, സ്നേഹത്തിൻ്റെ അധ്യായം കൊണ്ടുവന്ന് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചത്? നമുക്ക് അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. 13-ന്റെ 5-ാം വാക്യം നോക്കിയേ. 13-ന്റെ 5-ാം വാക്യം. സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. അവിടുന്ന് തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. എന്താണ്?
സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ലേ? കൊരിന്ത്യ സഭ സ്വയത്തിലും പുകഴ്ന്നു ആത്മീയ സ്പർദ്ധയുള്ളവരായി സ്വയം മഹത്വത്തിനായി പുകഴ്ചയ്ക്കായി അവരിത് ഉപയോഗിച്ചപ്പോൾ പൗലോസ് അവർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ ഈ 3 അധ്യായത്തിൽ നടുക്ക് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ സ്പർദ്ധിക്കത്തില്ല, നിങ്ങൾ നിഗളിക്കത്തില്ല, നിങ്ങൾ സ്വാർത്ഥം അന്വേഷിക്കത്തില്ലായിരുന്നു. ഈ സഭ ആ വിധത്തിൽ സ്പർദ്ധയുള്ളവരും അവരെ നിഗളമുള്ളവരുമായി തീർന്നു എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പൗലോസിനെ ഞാൻ ഓർപ്പിച്ചു, 4-ാം അധ്യായത്തിലെടുത്താൽ കാണാതെ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നോക്കിയേ. 4:15 പൗലോസ് ഇവരുടെ ആത്മീയ നിഗളത്തിൻ്റെ ഭയങ്കരത്വം പൗലോസിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. 4:15 നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. ക്രിസ്തുവേശിൽ ഞാനുള്ളത് നിങ്ങളെ സുവിശേഷം മൂലം ജനിപ്പിച്ചത്. ഞാനാണ് നിങ്ങൾക്ക് ജന്മം തന്ന ആത്മീക പിതാവ്. എന്നിട്ട് അതിൻ്റെ 7-ാം വാക്യം നോക്കി, ആ അധ്യായത്തിൻ്റെ 7-ാം വാക്യം, നിന്നെ വിശേഷിപ്പിക്കുന്നതാ, ലഭിച്ചതല്ല നിനക്ക് എന്തുള്ളൂ, ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസി. നിങ്ങൾ ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരെ, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങൾ വാഴേണ്ടതിന് നിങ്ങൾ വാണിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നോക്കിയാൽ 7-ാം വാക്യത്തിൽ, നിങ്ങൾ ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ നിങ്ങൾ സമ്പന്നന്മാരായി. പൗലോസിനെ ഒന്നും വേണ്ട. പൗലോസ് പറയുകയാണ്, ഞാനല്ലയോ നിങ്ങളുടെ പിതാവ്. നിങ്ങൾക്ക് ഒരുപാട് ഗുരുക്കന്മാർ കാണും, പക്ഷേ ഞാനാണ് നിങ്ങളുടെ ആത്മീയ പിതാവ്. കാരണം പൗലോസിന് ഇവര് ഒരു ഭാഗത്ത് വരുമ്പോൾ പറയുന്നുണ്ട്, പൗലോസിന് എനിക്ക് ചിത്തഭ്രമമില്ലെന്നൊക്കെ പൗലോസ് പറയുന്നതിന്റെ കാരണം ഇവരങ്ങനെ പറഞ്ഞു പൗലോസിനെ കുറിച്ച്. ആത്മീയ അഹന്തയിൽ ആത്മീക ശിശുക്കളായി തീർന്ന സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ, ഈ ലേഖനങ്ങൾ എഴുതി പഠിപ്പിക്കുമ്പോൾ ആ 13-ാം അധ്യായം നടുക്കുകൊണ്ട് വെച്ചതിൻ്റെ കാരണം, സ്നേഹമുണ്ടെങ്കിൽ നിഗളിക്കത്തില്ല, സ്വാർത്ഥത അന്വേഷിക്കത്തില്ല, അത് ചീർക്കത്തില്ല, സ്പർദ്ധിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഈ സഭ ഇതിലെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം പൗലോസ് എടുത്ത് കാണിക്കുക. ഈ പറയുന്ന ഇവിടെ ഇവർ പുകഴുന്ന ഈ ഭാഷാപരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കിയാട്ടെ. ആ 13-ാം അധ്യായത്തിലെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ പുകഴുന്ന ഈ സാധനമുണ്ടല്ലോ, അതിൻ്റെ 8-ാം വാക്യം നോക്കിയേ, സ്നേഹം മുതിർന്നു പോകത്തില്ല, പക്ഷെങ്കിൽ പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരം നിന്നു പോകും, ജ്ഞാനമോ നീങ്ങിപ്പോകും. പൗലോസ് പറയുന്നു, സ്നേഹം മാറത്തില്ല, പക്ഷെങ്കിൽ നിങ്ങളീ പുകഴുന്ന പ്രവചനവും ഭാഷാപരവും ഒക്കെ ജ്ഞാനമൊക്കെ എന്ത് ചെയ്യും? നീങ്ങിപ്പോകും, അതൊക്കെ നിന്നു പോകും. നിൽക്കാത്തൊന്നുണ്ട്, അതിതാണെന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ 1-2 വാക്യത്തിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്തോളമായി പോകും. ആ വാക്യം ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് വീട്ടിൽ റെസ്റ്റ് എടുക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളോ വല്ലതും വന്ന് ഈ കൊട്ടകമോ വല്ല ചെമ്പ് പാത്രത്തിൽ ഒരു കമ്പെടുത്തിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നാലേ കേൾക്കാൻ സുഖമാണോ? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പൗലോസ് പറയുന്നതാണ്, സ്നേഹമില്ലാതെ ക്രിസ്ത്യ ശുശ്രൂഷകളിൽ നിൽക്കുകയും നിങ്ങൾ സംസാരിക്കുകയും ചെയ്താൽ ഇതേതാണ്ട് മുഴങ്ങുന്ന ചെമ്പും ചിലമ്പെന്ന കൈത്താളം പോലായി പോകും. ഈ ശബ്ദത്തിനൊന്നും യാതൊരു അർത്ഥമില്ലാതായി പോകും, ഇതൊരു അരോചകമായി പോകും. പൗലോസ് കൊരിന്ത്യർക്ക് അത് എഴുതുകയാണ്. നിങ്ങൾക്ക് സ്നേഹമായിരുന്നു ആവശ്യം. നിങ്ങൾ പുകഴുന്ന ഈ കൃപാവരം കൊണ്ട് നിങ്ങൾ സ്പർദ്ധിച്ചു, നിങ്ങൾ ചീർത്തു. നിങ്ങൾ പറയുന്ന ഇതുണ്ടല്ലോ, ഇത് മാറ്റപ്പെടുമെന്നാൽ മാറാത്തൊന്നാണ് സ്നേഹമെന്ന് പറഞ്ഞ് പൗലോസ് അവർക്ക് അതിൻ്റെ അവസാനം, ആ അധ്യായത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ അവസാനം വരുമ്പോൾ ഇവയിൽ വലിയത് സ്നേഹമാണെന്ന് പൗലോസ് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്കിനിയും ഇവിടേക്ക് വരാം. ഇത് പൗലോസ് പറഞ്ഞു മാറിപ്പോകും എന്ന് പറഞ്ഞു. നോക്കിയാ 8-ാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. 8-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. പൗലോസ് പറഞ്ഞു നോക്കുക, whether there is prophecy they shall be done away, whether there is tongue it shall cease, whether there is knowledge it shall vanish. ഇവിടെ നിന്ന് അങ്ങോട്ട് സംശയം തുടങ്ങിയ എപ്പോഴാണ് ഇത് മാറുന്നത്? ഏറ്റവും വലിയ തർക്കം ഞാൻ പറയാം, 2 തർക്കമേ ഉള്ളൂ. 2 തർക്കം. മാറിപ്പോകുന്ന 2 കൂട്ടരും പഠിപ്പിക്കുന്നു. ഈ പറയുന്ന കൃപാവരം, അന്യഭാഷയൊക്കെ
ഇത് മാറിപ്പോകുമെന്ന് ഇവരെല്ലാം പറയുന്നുണ്ട്. ഈ അന്യഭാഷ ഉണ്ടെന്ന് പറയുന്നവരും പറയുന്നു ഇത് മാറിപ്പോകും, ഇല്ലെന്ന് പറയുന്നവരും പറയുന്നു ഇത് മാറിപ്പോകും. പ്രശ്നം എവിടാന്നറിയാമോ? എപ്പോൾ മാറിപ്പോകുന്നുള്ളതാണ്. താൽക്കാലിക കൃപാവരമാണ് എന്ന് പഠിപ്പിക്കുന്ന ദൈവമക്കൾ പറയുന്നു, സഭയുടെ ആരംഭഘട്ടത്തിൽ അടയാളമായി നൽകപ്പെട്ടതിൻ്റെ ഉദ്ദേശം നിവർത്തിച്ച് കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോയി. അവർ പറയുന്നു അല്ല, മുഖാമുഖമായി യേശുക്രിസ്തുവിനെ കാണുന്ന അന്ന് മാത്രമേ അത് മാറിപ്പോകത്തുള്ളൂ. അവള് കർത്താവിനെ മുഖാമുഖമായി കാണുമ്പോഴേ ഇത് മാറിപ്പോകത്തുള്ളൂ എന്ന് പറയുന്നു. ഞാനും ഒരുപാട് കിടന്ന് ബുദ്ധിമുട്ടി. എൻ്റെ ലോജിക്ക് വെച്ച് നോക്കിയപ്പോൾ എനിക്കും തോന്നി കർത്താവിൻ്റെ വരവിലെ ഇത് മാറിപ്പോകത്തുള്ളൂ. കാരണം ഇത് വായിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, അന്ന് ഞാൻ മുഖാമുഖമായിട്ട് കാണും, അപ്പോൾ ഇത് മാറിപ്പോകും, ന്യായമായിട്ട് അങ്ങനെ. പിന്നെ എന്നെ ഭരിച്ചൊരു ഏറ്റവും വലിയ സംശയമാണ്, ഈ 8-ാം വാക്യത്തിലെ പ്രവചനം മാറിപ്പോകും, ഭാഷാവരം മാറിപ്പോകും, അതിൻ്റെ കൂട്ടത്തിൽ ജ്ഞാനവും നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജ്ഞാനം നീങ്ങിയിട്ടില്ലല്ലോ. ഇതിനു മുമ്പ് പറഞ്ഞ ഭാഷാപരവും പ്രവചനപരവും നീങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ പറഞ്ഞ ഈ ജ്ഞാനവും മാറിപ്പോണം, ജ്ഞാനം മാറിയിട്ടില്ലല്ലോ. അപ്പൊ ഇത് ഈ പറയുന്ന പോലെ കർത്താവിൻ്റെ വരവിലെ മാറിപ്പോകുള്ളൂ എന്നൊരു ധാരണ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ കൃപാവരങ്ങളുള്ള ബന്ധത്തിൽ പഠനത്തിൽ ഞാൻ ഇറങ്ങിച്ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒന്നാമത്തെ സംശയം 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ജ്ഞാനമോ അത് നീങ്ങിപ്പോവും. ഈ ജ്ഞാനമെന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജ്ഞാനം 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം എടുത്തേ. 1 കൊരിന്ത്യർ 12-ന്റെ 8-ാം വാക്യം. ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തൻ അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. ഇവിടെ കൃപാവരമായിട്ട് നൽകിയത് ജ്ഞാനമല്ല. കൃപാവരമായിട്ട് നൽകിയത് ജ്ഞാനമല്ല. കൃപാവരമായിട്ട് നൽകിയത് ജ്ഞാനത്തിന്റെ വചനമാണ്, പരിജ്ഞാനത്തിന്റെ വചനമാണ്. സിമ്പിളായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഈ ജ്ഞാനവും പരിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്നാ? ജ്ഞാനവും പരിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം മലയാള ഭാഷ തന്നെ എടുത്തു നോക്കിയോ. പരിജ്ഞാനം എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞാൽ പരിചയം കൊണ്ടുള്ള ജ്ഞാനമാണ്. പരിജ്ഞാനം, ജ്ഞാനം. 1-ാം നൂറ്റാണ്ടിൽ കൂടിയ ദൈവസഭയ്ക്ക് എഴുതപ്പെട്ട യാതൊരു വചനവുമില്ല, പുതിയ നിയമ ലേഖനങ്ങളില്ല. AD 95ഓളമായി പുതിയ നിയമ പൂർത്തീകരിച്ച് വരുമ്പോൾ ആ പൂർത്തീകരിച്ച വചനങ്ങൾ തന്നെ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പൗലോസിന്റെ കരത്തിലെ ഉണ്ടായിരുന്നു എന്നുള്ള ഈ ചർമ്മലിഖിതം പഴയ നിയമങ്ങളോട് കൂടി പൗലോസിനല്ലാതെ മറ്റ് അപ്പോസ്തലന്മാർക്ക് പോലും ഇല്ലായിരുന്നെന്നാണ് പറയുന്നത്. ഒന്നുകിൽ അവർ വളരെ പണ്ഡിതന്മാരായിരിക്കണം, വളരെ പണക്കാരായിരിക്കണം. ഇത് കൈകൊണ്ട് എഴുതി പൂർത്തീകരിച്ച് ചോൽ തുരുളിലൊക്കെ എഴുതി ഇത് നമ്മുടെ കൂട്ടിൽ നിന്ന് പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഇത് കിട്ടിയപ്പോൾ ഇതിൻ്റെ ആ സിംപ്ലിസിറ്റി കൊണ്ട് നമുക്കിതിൻ്റെ വില അറിഞ്ഞുകൂടാ. ഒരു പ്രദേശത്തൊരു പക്ഷെ ഒരെണ്ണം ഉണ്ടോ എന്നറിയില്ല അക്കാലത്ത്. അങ്ങനെ അറിയപ്പെട്ട എല്ലാ സ്ഥലത്തും 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ സഭകൾ ഉണ്ടായി. ഈ ക്രിസ്തീയ സഭകൾ ഉണ്ടായപ്പോൾ അവരെങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? അവരെങ്ങനെ വചനം പഠിച്ച് കാര്യം മനസ്സിലാക്കും? നമ്മളിന്ന് വന്ന് വചനം പഠിക്കുന്നു, അത് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നു, അത് കിണഞ്ഞ് നമ്മൾ നോക്കുന്നു. അത് നോക്കുന്നതിൻ്റെ കാരണം ഈ എഴുതപ്പെട്ട വചനം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടാണ്. എന്നാൽ 1-ാം നൂറ്റാണ്ടിലെ ജനത്തിൻ്റെ കയ്യിൽ ഈ വചനമില്ല. എന്ത് ചെയ്യും? ദൈവം അതിന് ചെയ്തൊരു വലിയ ക്രമീകരണമാണ്. ഈ നമ്മൾ വായിച്ച് പഠിച്ച് ജ്ഞാനം പകരുന്ന ആ ജ്ഞാനമുണ്ടല്ലോ, അത് കൃപാവരമായിട്ട് ദൈവസഭയിൽ ചിലർക്ക് കൊടുത്തു. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ ആഴമേറിയ വചനം, അവിടെ വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, വചനത്തിൻ്റെ പരിചയം കൊണ്ട് നമുക്ക് നേടേണ്ട ആഴമേറിയ വചനം അവർ പഠിക്കാതെ തന്നെ കൃപാപരമായിട്ട് നൽകി. 1 കൊരിന്ത്യർ 1-ാം അധ്യായം എടുത്തേ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം. അവിടെ 24-ാം വാക്യം. 24-ാം വാക്യം. ജാതികൾ ഭോഷത്വമെങ്കിലും യഹൂദന്മാർക്ക് യവനന്മാർക്കായിട്ട് വിളിക്കപ്പെട്ടവർക്ക് ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അതിൻ്റെ 30-ാം വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ പഠിച്ച്
അവന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ ജ്ഞാനം കിട്ടുന്നു. ക്രിസ്തു നമ്മുടെ ജ്ഞാനമായി മാറുന്നു. അവൻ നമ്മുടെ പരിജ്ഞാനമായി മാറുന്നു. ഇത് 1-ാം നൂറ്റാണ്ടിന്റെ സഭയ്ക്ക് എഴുതപ്പെട്ട വചനത്തിലൂടെ വായിച്ച് മനസ്സിലാക്കാൻ, പഠിച്ച് ഗ്രഹിപ്പാൻ, ജ്ഞാനം വർദ്ധിക്കുവാൻ അവർക്ക് നിവൃത്തിയില്ലാതിരുന്നത് കൊണ്ട് ദൈവം അവർക്ക് ഈ ജ്ഞാനവരം വരമായിട്ട് നൽകി. അതാണ് നമ്മൾ വായിച്ചത്. ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തൻ അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകി. ഈ പരിജ്ഞാനമായിട്ട് നൽകപ്പെട്ട വചനം, ഈ ജ്ഞാനമായിട്ട് നൽകപ്പെട്ട വചനം, പൗലോസ് പറയുകയാണ്, വചനം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പൂർണ്ണമായത് വരുമ്പോൾ ഈ അംശമായത് നീങ്ങിപ്പോകും. അപ്പോൾ അതാണ് ജ്ഞാനം. അത് കർത്താവിൻ്റെ വരവിൽ മാറിപ്പോകുന്നുള്ള ആശയമല്ല ഇവിടെ ഈ വിഷയത്തിൽ എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 8-ാം വാക്യം, 1 കൊരിന്ത്യർ 13-ന്റെ 8-ാം വാക്യം നോക്കിയേ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, 3 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 2 ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചു. നമ്മുടെ ഭാഷയിലും അത് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും. നീങ്ങിപ്പോകുന്നല്ല പറഞ്ഞത്, നിന്നു പോകും. പിന്നെ ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. 2 കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നു, ഒരു കാര്യം നിന്നു പോകുന്നു പറഞ്ഞു. ഈ 3 കൂട്ടം കാര്യത്തിൽ അടയാളമായി നൽകപ്പെട്ടത് ഏതാ? ഭാഷാപരമാണ്. ആ ഭാഷാപരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അത് നിന്നു പോകും, സഡനായിട്ട് നിന്നു പോകും. അതതിൻ്റെ ആശയം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് പൗ എന്നുള്ള ഗ്രീക്ക് വാക്ക. ഇറ്റ് വിൽ സീസ്, ഇറ്റ് വിൽ സഡൻലി സീസ്. എന്നാൽ മറ്റേത് കാട്രാജിയോ, ഇറ്റ് വിൽ റെൻഡർ ഇനോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം ഇങ്ങനെ നിലച്ചങ്ങ് പോകും, നീങ്ങി അങ്ങ് പോകും. ഇങ്ങനെ മറ്റേത് നിന്നു പോകുമെന്ന് പറഞ്ഞാൽ ഒരു സഡനിത. നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക, കൃപാവരത്തിൽ അടയാളമായി നൽകപ്പെട്ട കൃപാവരം ഇവിടെ ഈ 3 കൂട്ടം കാര്യത്തില് ഈ അന്യഭാഷയോ അത് പെട്ടെന്ന് നിന്നുപോകും. ഇനിയും നിന്നുപോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരത്തില്ല. അതുകൊണ്ടാണ് നിന്നു പോകുന്നുള്ള പാവോ എന്ന ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചത്. യോവേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വരുന്ന യുഗത്തിലും എടുത്ത് കാണിക്കുന്നുണ്ട്. വരുന്ന യുഗത്തിൽ എടുത്തു കാണിക്കുമ്പോൾ യോവേൽ 2:28-29 പരിശുദ്ധാത്മാവിന്റെ അനേക പ്രവൃത്തി പറയുമ്പോഴും അന്യഭാഷ പറയുന്നില്ല. അന്യഭാഷ പറയാത്തതിന്റെ കാരണം അത് അടയാളമായി നൽകപ്പെട്ടു, ആശയവിനിമയത്തിന് നൽകപ്പെട്ടു. അതിൻ്റെ ആവശ്യമെന്നില്ല. അടയാളത്തെ നമ്മൾ എബ്രായത്തിൽ വായിച്ചതുപോലെ അത് അടയാളമായി നൽകപ്പെട്ടു. അതിൻ്റെ ഉദ്ദേശം നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് നിന്നുപോയി. ഇനിയും അതൊരിക്കലും മടങ്ങി വരത്തില്ല. എന്നാൽ വരുന്ന യുഗത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ പല കാര്യങ്ങൾ തിരിച്ച് വീണ്ടും ജനങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയുമെങ്കിലും ദൈവം കൊടുക്കാത്തൊന്ന് ഈ ഭാഷാപരമാണ്. അതുകൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അതാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ഇനിയും ഞാൻ ഓർപ്പിച്ചു, ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇനിയും പഠിക്കാൻ പോകുന്നത്. ഒരു കൂട്ടർ പറയുന്നു യേശുക്രിസ്തുവിന്റെ വരവിലെ ഇത് മാറിപ്പോത്തുള്ളൂ. എന്നാൽ വചനം നാം ഇതുപോലെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നു താൽക്കാലിക കൃപാവരം സഭയുടെ ആരംഭത്തിൽ അതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞപ്പോൾ അത് നിന്നുപോയി, അതിനെയും സംഭവിക്കത്തില്ല. ഇതിലേതാണ് ശരി? വചനത്തിലൂടെ ഇതേതാണ് ശരി? ഒന്നാമത് നമുക്ക് നോക്കാം, 9ഉം 10ഉം വാക്യം നോക്കാം. ഒന്നാമത്തേത് ഫസ്റ്റ് 9ഉം 10ഉം വാക്യം വായിക്കാം. 9ഉം 10ഉം വാക്യം വീണ്ടും നമ്മൾ വായിക്കും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാനിത് പഠിച്ചപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷ പഠിക്കണമെന്ന് ഞാൻ അങ്ങ് തീരുമാനം ഏതാണ്ട് എടുത്തതാണ്. ഞാൻ തന്നെ പഠിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമമൊക്കെ നടത്തിയത് ആരംഭകാലത്തിൽ. വീണ്ടും ഈ കൃപാവരം പഠിച്ചപ്പോൾ എനിക്ക് അങ്ങ് കൊതി തോന്നിപ്പോയി ഈ ഗ്രീക്ക് ഭാഷ പഠിക്കണം. കാരണം എന്നെ ഇത് ബോധ്യമായപ്പോൾ എനിക്ക് മനസ്സിലായ എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ രേഖപ്പെടുത്തി. ദൈവം അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു. ഗ്രീക്ക് ഭാഷയിൽ ഈ അധ്യായങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് ഒരു സംശയം ഉണ്ടായിട്ടില്ല. ഭാഷാന്തരത്തിൽ വന്ന് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ട് വരികയാണ്. ഞാനതിൻ്റെ പറഞ്ഞുതരാം. ഈ ഗ്രീക്ക് ലാംഗ്വേജിലൂടെയാണ് ഇതിൻ്റെ പ്രയോഗങ്ങൾ നമുക്ക് പ്രത്യേകം മനസ്സിലാകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ 9ഉം 10ഉം വാക്യത്തില് അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. അംശമായതെന്ന് 3 പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ?
അംശമായതെന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അംശമായതെന്നുള്ളതിൻ്റെ ഗ്രീക്ക് വാക്ക് മീറോസ് എന്ന MEROS, മീറോസ് എന്ന വാക്കിന്റെ അർത്ഥം വളരെ പ്രാധാന്യമാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ വോൾ. ഒരു പൂർണ്ണമായ ഒന്നിന്റെ ഒരു ഭാഗം മീറോസ്. മലയാളത്തിലും അംശം എന്നുള്ളതിന്റെ അർത്ഥം അതാ അല്ലേ? പക്ഷെങ്കിൽ മീറോസ് എന്ന വാക്കിന്റെ പ്രധാനപ്പെട്ട ആശയം പൂർണ്ണമായ ഒന്നിന്റെ അംശം. അംശമായി മാത്രം നമ്മൾ അറിയുന്നു. എന്തോ പൂർണ്ണമായ ഒന്നുണ്ട്, അതിൻ്റെ അംശമായി മാത്രം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ആ പൂർണ്ണമായതെന്നുള്ളതിൻ്റെ ഗ്രീക്ക് വാക്ക് ടെലിയോസ്, കംപ്ലീറ്റ്, ടെലിയോസ്. അപ്പോൾ ഈ 2 പദം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ടെലിയോസിന്റെ ഒരു ഭാഗത്തിനാണ് മീറോസ് എന്ന് പറഞ്ഞ്, പൂർണ്ണമായ ഒന്നിന്റെ ഭാഗത്തിനാണ് മീറോസ് അംശം എന്നുള്ള പദം കൊണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവിക വെളിപ്പാടിൻ്റെ അംശമായി മാത്രം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. സഭായുഗത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ദൈവം ഒന്നിച്ചു വെളിപ്പാട് തരികയല്ല, അത് പൂർണ്ണമായതിൻ്റെ അംശമായത് നൽകിക്കൊണ്ടിരുന്നു. ആ പൂർണ്ണമായത്, പെർഫെക്റ്റ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. യാക്കോബിൽ ലേഖനം 1:25, ഹൂസെവർ ലുക്കത്ത് ഇൻടു ദ പെർഫെക്റ്റ് ലോ ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് പെർഫെക്റ്റ് ലോ ഓഫ് ലിബർട്ടി, വെൻ ദാറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ് ഈസ് കം. പൂർണ്ണമായതെന്നുള്ള അതേ വാക്കാണ് ദൈവവചനത്തിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പെർഫെക്റ്റ് ലോ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13 തൊട്ട് 15 വരെ മാളികമുറിയിൽ വെച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും, ഓൾ ട്രൂത്ത്സ്, പെർഫെക്റ്റ് ട്രൂത്ത്സ്, ഓൾ ട്രൂത്ത്സ്, ഭാഗമായ ഒന്നല്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നു, ഈ അംശമായതെന്ന് പറയുന്നത് പൂർണ്ണമായ ഒന്ന് വരുന്നതിൻ്റെ അംശമാണ്. പുതിയ നിയമസഭയുടെ ആരംഭഘട്ടത്തിൽ നമ്മൾ ഓർത്തതുപോലെ പൂർണ്ണമായ വെളിപ്പാടില്ല. ഭാഗികമായി അവർ അറിഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ആ ഭാഗികമായതിൻ്റെ പൂർണ്ണത വരുന്ന ഒരു ദിവസമുണ്ട്, അന്ന് ഈ അംശമായി ലഭിച്ചിരുന്നതൊക്കെ അങ്ങ് മാറിപ്പോകും. ഒന്നാമത്തെ ആശയം, ആ പൂർണ്ണമായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവല്ല. നപുംസകലിംഗത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ന്യൂട്രൽ ജെൻഡർ, നപുംസകലിംഗം. പൂർണ്ണമായത്, പൂർണ്ണമായവൻ എന്നല്ല, പൂർണ്ണമായത്. യേശുക്രിസ്തുവിന്റെ 2ാം വരവായിരുന്നു പൂർണ്ണമായതെങ്കിൽ അവിടെ നപുംസകലിംഗം ഉപയോഗിക്കത്തില്ല. ന്യൂട്രൽ ജെൻഡർ ഉപയോഗിക്കാതെ വേറെ ഒരു ജെൻഡർ അവിടെ ഉപയോഗിച്ചേനെ. പൂർണ്ണമായവൻ വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകുമെന്ന് പരിശുദ്ധാത്മാവ് എഴുതിയേനെ. അതിന് പകരം എഴുതിയത് പൂർണ്ണമായത്. യേശുക്രിസ്തുവിനെ അതെന്ന് പറയില്ല. 2, ആ വാക്ക് തന്നെ വീണ്ടും പൂർണ്ണമായത് വരുമ്പോൾ, യേശുക്രിസ്തുവിന്റെ 2ാം വരവിലാണ് നീങ്ങിപ്പോകുന്നതെങ്കിൽ ഈ പദം ഇവിടെ വരത്തില്ല. പൂർണ്ണമായത് വരേണ്ടത് എവിടെയാ? കർത്താവിന്റെ 2ാം വരവിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? പൂർണ്ണമായത് വരുമ്പോൾ. ആ വരുന്നത് എവിടെയാ? ഈ ഭാഗികമായി അംശമായി ഇരിക്കുന്ന ഇടത്തിൽ ഇത് വരണം, പൂർണ്ണമായത്. അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോയി കർത്താവിനെ കണ്ടുമുട്ടുന്നതല്ലേ. ഇവിടെ ഭാഗികമായ അപൂർണമായ എന്തോന്നുണ്ട്. ഈ അപൂർണമായ ഇവിടെ വരണം, അപൂർണമായത് അത് ഭൂമിയിലാണ് വരുന്നത്. അത് കർത്താവിന്റെ 2ാം വരവില് നാം അവനെ കണ്ടുമുട്ടുവാൻ മുകളിലോട്ട് പോകുന്നതല്ല. അപ്പോൾ അവിടെ വീണ്ടും നമുക്ക് മനസ്സിലാകുന്ന രണ്ടാമതായിട്ട് ഈ അപൂർണമായത് ഭൂമിയിലാണ്. ഈ ഭൂമിയിൽ വെച്ച് ഈ അംശമായതിൻ്റെ പൂർണ്ണത വന്നത് മാറ്റപ്പെട്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. 3ാമത് വചനം വളരെ ശ്രദ്ധിച്ചെങ്കിലേ 3ാമത്തേത് പിടികിട്ടുകയുള്ളൂ. 3ാമത്തേത് നോക്കിയാട്ടെ. അതിൻ്റെ 8ാം വാക്യവും 13ാം വാക്യവും ശ്രദ്ധിക്കാൻ പോവുകയാണ്. 8ാം വാക്യവും 13ാം വാക്യവും. 8ാം വാക്യത്തിൽ നീങ്ങിപ്പോകുന്ന 3 കാര്യം പറഞ്ഞു. 13ാം വാക്യത്തിൽ നിലനിൽക്കുന്ന 3 കാര്യം പറഞ്ഞു. നോക്കാം എന്താണ് നീങ്ങിപ്പോകുന്ന 3 കാര്യം. 8ാം വാക്യം, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അപ്പൊ 8ാം വാക്യത്തില് നീങ്ങിപ്പോകുന്ന 3 കാര്യം പറഞ്ഞു. ഇനി 13ാം വാക്യം നോക്കിയേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കും. അപ്പം നിലനിൽക്കുന്ന 3
നീങ്ങിപ്പോകുന്ന മൂന്നും. ഓക്കെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിലാണ് നീങ്ങിപ്പോകുന്നതെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് കൂട്ടം കാര്യം, 8-ാം വാക്യത്തിൽ പറഞ്ഞ മൂന്ന് കൂട്ടം കാര്യം യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിലാണ് മാറിപ്പോകുന്നതെങ്കിൽ നിലനിൽക്കുമെന്ന് പറഞ്ഞ കാര്യം യേശുക്രിസ്തു വന്നാലും നിലനിൽക്കണം. യേശുക്രിസ്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വിശ്വാസവും പ്രത്യാശയൊക്കെ നിൽക്കുമോ? നിൽക്കത്തില്ല. വിശ്വാസവും പ്രത്യാശയും നിലനിൽക്കത്തില്ല. നാം ഇന്ന് വിശ്വസിക്കുന്നു. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. നമ്മളവനെ ആശിക്കുന്നവനെ കണ്ടു കഴിയുമ്പോൾ വിശ്വാസത്തിൻ്റെ അത് നമ്മൾ കാണുന്ന കാഴ്ചയായി മാറുകയാണ്. നമ്മുടെ പ്രത്യാശ പൂണിയുമ്പോൾ പിന്നെ നമ്മൾ പ്രത്യാശയിലല്ല, നമ്മൾ കണ്ടുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം സ്വാഭാവിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചേ, ഈ 8-ാം വാക്യത്തിൽ നീങ്ങിപ്പോകുന്ന മൂന്ന് കാര്യവും 13-ാം വാക്യത്തിൽ നിലനിൽക്കുന്ന മൂന്ന് കാര്യവും പറഞ്ഞു. അപ്പോൾ 8-ാം വാക്യത്തിൽ പറഞ്ഞ ഈ പ്രവചനവും ഭാഷാപരവും ജ്ഞാനവും കർത്താവിൻ്റെ രണ്ടാം വരവിലാണ് നീങ്ങിപ്പോകുന്നതെങ്കിൽ നിലനിൽക്കുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ രണ്ടാം വരവിൽ നിലനിൽക്കണം. ഇവിടെ നമുക്ക് ബോധ്യമാകുന്നു അതവിടെ നിലനിൽക്കത്തില്ല. വിശ്വാസം പ്രത്യാശയൊക്കെ അവിടെ പൂണിയുമ്പോൾ അത് നിലനിൽക്കത്തില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം അറിയാം, ഇത് കർത്താവിൻ്റെ രണ്ടാം വരവിൽ മാറിപ്പോകുന്ന കാര്യമല്ല, ഇത് അതിന് മുമ്പ് വെച്ച് സംഭവിക്കുന്നതാണെന്ന് ഇവിടെ ചിന്തിക്കാം. ഇനി അടുത്തത് വളരെ ശ്രദ്ധേയമായി ഇവിടെയാണ് വീണ്ടും സംശയം വരുന്ന, ഏറ്റവും സംശയം വരുന്ന കാര്യം. വീണ്ടും അതിൻ്റെ 8-ാം വാക്യം നോക്കാം. ദൈവദാസന്മാരൊക്കെ എത്രയോ കഷ്ടപ്പെട്ട് ഞാൻ ഓർത്തു, ഇവരിരുന്ന് ഇങ്ങനെ ധ്യാനിച്ച് ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തു എന്നുള്ളത് ഞാൻ ഓർത്തുപോയി. അതിൻ്റെ 8-ാം വാക്യം വീണ്ടും നമുക്ക് നോക്കാം. ആ 8-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, പൂർണ്ണമായത്. 8-ാം വാക്യം വീണ്ടും ഒന്ന് വായിക്കാം നമുക്ക്. പ്രവചനപരവും നീങ്ങിപ്പോകും, ഭാഷാപരവും നിന്നുപോകും, ജ്ഞാനവും നീങ്ങിപ്പോകും, അംശമായി മാത്രം എന്താ പറയുന്നു? അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഇവിടെ പൂർണ്ണമായത് പറഞ്ഞിരിക്കുന്നത്, പെർഫെക്റ്റ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്, ഇംപെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻപെർഫെക്റ്റിനുള്ള ബന്ധത്തിലല്ല. പെർഫെക്റ്റ് എന്നുള്ള ഒന്നിൻ്റെ ആശയവും ഇൻപെർഫെക്റ്റ് എന്നുള്ള ഒന്നിൻ്റെ ആശയവും തമ്മിൽ ആശയത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ ഇംപെർഫെക്റ്റിന്റെ പെർഫെക്റ്റ് അല്ല പറഞ്ഞിരിക്കുന്നത്, അപൂർണമായ ഒന്നിനോടല്ല ബന്ധത്തിൽ, ഇംപെർഫെക്റ്റിനുള്ള ബന്ധത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, പാർഷ്യലിനുള്ള ബന്ധത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് എടുത്ത് കാണിക്കാം, നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം. എബ്രായലേഖനം 1:1 നമ്മൾ വായിക്കുന്നില്ലേ, പ്രവാചകന്മാർ മുഖാന്തര ദൈവം ഭാഗമായി വിവിധമായി അവർ മൂലം അറിയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം ഒരു പ്രോഗ്രസീവ് റെവലേഷനാണ് തന്നെ, കുറേശ്ശെ ഒന്നിച്ചങ്ങോട്ട് തരികയല്ല. ദൈവത്തിന്റെ വെളിപ്പാടുകളെല്ലാം അങ്ങനെയാണ്. ഈ ബൈബിൾ തന്നെ ഇന്ന് നമ്മുടെ കയ്യിൽ ഈ കിട്ടിയ പോലെ കിട്ടിയത് എത്ര വർഷം എടുത്തു? 1600 വർഷം എടുത്തു. 1600 വർഷം എടുത്തു ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ എഴുതാൻ. 40 എഴുത്തുകാരെ കൊണ്ട് 1600 വർഷം കൊണ്ടാണ് എഴുതിയത്. എന്തുകൊണ്ടാണ് ദൈവം ഒന്നിച്ചു തരാഞ്ഞേ? ദൈവത്തിന്റെ വെളിപ്പാട് എപ്പോഴും പ്രോഗ്രസീവാണ്. ഇപ്പൊ യേശുക്രിസ്തു തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് സംസാരിച്ചു. പക്ഷെങ്കിൽ അതിൻ്റെ വെളിപ്പാടുകൾ, അതിൻ്റെ വിശദീകരണങ്ങൾ ലേഖനങ്ങളിൽ കൂടെ അപ്പോസ്തലന്മാരിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വചനത്തിൽ എപ്പോഴും ഒരു പ്രോഗ്രസീവ് റെവലേഷനാണ്. എബ്രായലേഖനം 1:1 നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു മീറോസ് എന്നും ടെലിയോസ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ സംശയമായിരിക്കുന്ന 11ഉം 12ഉം വാക്യമാണ്. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇവിടെ നോക്കിയേ, പൗലോസ് പറഞ്ഞു നോക്കിയേ, ഇവിടെ പൗലോസ് തുലനം ചെയ്തിരിക്കുന്നത് ശിശുത്വവും പുരുഷത്വവുമാണ്. ഇൻഫൻസി ആൻഡ് മെച്യൂരിറ്റി. ഒരു ശിശു പുരുഷനായി തീരുന്നത് പെട്ടെന്നാണോ? അല്ല. ഒരു ശിശു വളർന്നവൻ പുരുഷനാകുകയാണ്. ദൈവത്തിന്റെ വെളിപ്പാട് ഭാഗികമായി തന്ന് പൂർണ്ണമായി തരികയാണ്. കർത്താവിന്റെ രണ്ടാം വരവോ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിൽ നടക്കണം. അപ്പോൾ ഇത് മാറിപ്പോകുന്നത് കർത്താവിന്റെ വരവിലാണെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നത് നടക്കും. ഇവിടെ നടക്കുന്നത് ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ച് പുരുഷനായ ശേഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഫൻസിൽ നിന്ന് മെച്യൂരിറ്റിയിലുള്ള വളർച്ച കാണിക്കുക. രണ്ടാമത്തെ എടുത്ത് നോക്കിയ 12ാം വാക്യം എനിക്കൊന്ന് ഏറ്റവും സംശയമുള്ള ഭാഗത്തോടെ 12ാം വാക്യം. ഇപ്പോൾ ഞാൻ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു,
അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഇവിടെ ഇതുകൊണ്ട് ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? മുഖാമുഖമായി കാണുമെന്ന് പറയുന്നത് കർത്താവിനെ കാണുമെന്നാണ് സാധാരണ ചിന്തിക്കുന്നത്. അങ്ങനെയാണോ നോക്കാം. പൗലോസ് പറയുന്നു, സഭയുടെ ആരംഭഘട്ടത്തിൽ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അത് ഓതറൈസ്ഡ് വേർഷനിൽ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. For now we see through a glass dimly, but then face to face. Now I know in part, then I shall know even as I also know. ഇന്ന് ഞാൻ ഭാഗികമായി അറിയുന്ന, ഒരു കണ്ണാടിയിൽ കടമൊഴിയിലൂടെ കാണുന്ന പോലെ. ഇന്നത്തെ ഗ്ലാസ് പോലത്തെ ഗ്ലാസ് അല്ല അന്ന്. അവ്യക്തമായേ കാണത്തുള്ളൂ. ഇനി മുഖം നോക്കുന്ന കണ്ണാടി തന്നെയാണെങ്കിലും സ്ത്രീകൾ മുഖം നോക്കുന്ന കണ്ണാടി എങ്ങനെയുള്ള കണ്ണാടിയാ? ബ്രാസ് കൊണ്ടാ. നമ്മുടെ ഇന്നത്തെ കണ്ണാടി എന്ന് പറഞ്ഞാൽ നമ്മളെ അതുപോലെ തന്നെ കാണാം. അന്ന് അവര് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നുള്ളൊരു സാധനം കൊണ്ട് പോളിഷ് ചെയ്ത മിററിലൂടെയാണ് അവർ കണ്ണാടി ഉണ്ടാക്കിയത്. അതിൽ നോക്കിയാൽ ഏതാണ്ട് രൂപം കാണാം, എന്നാൽ വ്യക്തമല്ല. ഇവിടെ പൗലോസ് പറയുന്നതാ, ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്ന പോലെയാ. കടമൊഴി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? കടമൊഴി, റിഡിൽ എന്നാ ഇംഗ്ലീഷിൽ. നമുക്കറിയാം, റിഡില് ശിംശോൻ കടങ്കഥ പറഞ്ഞു. ശിംശോൻ കടങ്കഥ പറഞ്ഞപ്പോൾ ആ കടങ്കഥയ്ക്കകത്തെന്തോ ഒരു സത്യമുണ്ട്, അത് വ്യക്തമല്ലായിരുന്നു. പൗലോസ് പറയുന്നത് സഭയുടെ ആരംഭഘട്ടത്തിൽ ഇതേതാണ്ട് ഒരു അവ്യക്തമായിട്ടാണ്. ഇതൊരു കണ്ണാടിയിലൂടെ വ്യക്തമല്ലാതെയാണ് കാണുന്നത്. എന്നാൽ അന്ന് ഞാൻ കാണുമ്പോൾ വ്യക്തമായി കാണും. കർത്താവ് യേശുക്രിസ്തുവിനെ കാണുന്നതല്ല പറഞ്ഞിരിക്കുന്നത്. കണ്ണാടി എന്ന ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവവചനത്തിനാണ്. യാക്കോബ് ലേഖനം 1:23. യാക്കോബ് 1:23. ഒരുത്തൻ വചനം കേൾക്കുന്നെങ്കിലും ചെയ്യാതിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. ദൈവവചനമാണ് കണ്ണാടി. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ പിത്തളത്തൊട്ടി ഉണ്ടാക്കിയത് യാഗപീഠം സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ ആദ്യം യാഗപീഠം, അത് കഴിഞ്ഞാൽ പിന്നെ പിത്തളത്തൊട്ടിയാ, വെള്ളം വെച്ചിരിക്കുക കൈകളും കാലുകളും കഴുകാൻ. ആ പിത്തളത്തൊട്ടി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? പുറപ്പാട് ദിവസം 38:8 വാക്യം നോക്കി. പുറപ്പാട് ദിവസം 38:8. ദൈവം എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. 8-ാമത്തെ വാക്യം. സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവർ താമ്രത്തൊട്ടിയും അതിന്റെ താമ്രക്കല്ലും ഉണ്ടാക്കി. ദർപ്പണം എന്ന് പറഞ്ഞാൽ കണ്ണാടി എന്നാണ്. അപ്പം സ്ത്രീകൾ മുഖം നോക്കുന്ന കണ്ണാടി കൊണ്ടാണ് പിത്തളത്തൊട്ടി ഉണ്ടാക്കിയത്. എത്തോ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വലുപ്പമാണ് ഓർക്കുന്നത്. സമാഗമന കൂടാരത്തിൽ പ്രവേശിപ്പാൻ ഒറ്റ വാതിലേ ഉള്ളൂ, യേശുക്രിസ്തു എന്ന വാതിൽ. ആ വാതിലൂടെ കടന്നു വന്നാൽ ആദ്യം കാണുന്നത് യാഗപീഠം, ക്രൂശ്. ഈ ക്രൂശിനും ആരാധന കഴിക്കുന്ന ദേവാലയത്തിന് മധ്യത്തിൽ വെച്ചിരിക്കുന്ന ഏക സാധനം പിത്തളത്തൊട്ടിയാണ്. ആ പിത്തളത്തൊട്ടിയിൽ വെള്ളമാണ്. ആ വെള്ളം പുരോഹിതന്മാരുടെ കൈകളിലെയും കാലുകളെയും അഴുക്കുകൾ കഴുകിക്കളയാൻ വെച്ചിരിക്കുക. അത് കർത്താവ് പറഞ്ഞിരിക്കുന്നു, അത് ദർപ്പണം കൊണ്ടുണ്ടാക്കണം. രക്ഷിക്കപ്പെട്ട ക്രൂശിങ്കൽ വന്ന് നീതീകരണം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ദൈവവൈതങ്ങൾ ആരാധനയ്ക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് അവർ തങ്ങളുടെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന പോലെ അവരുടെ കുറവുകളെ ദൈവനത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ കഴുകുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. പത്രോസിനോട് പറഞ്ഞില്ലേ, കുളിച്ചിരിക്കുന്നവർക്ക് കാലുകൾ കഴുകിയാൽ മതി. അതുകൊണ്ടാണ് ആ പിത്തളത്തൊട്ടി. ആ പിത്തളത്തൊട്ടി കണ്ണാടി കൊണ്ടുണ്ടാക്കാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഈ ദൈവജനത്തിൻ്റെ നിഴലാണത്. ബ്യൂട്ടിഫുൾ ഒരു ടൈപ്പാണെന്ന് നോക്കിയാട്ടെ. ഇവിടെ നമ്മളപ്പോൾ നോക്കുക, ഇവിടെ പൗലോസ് പറയുന്നു, ഇപ്പോൾ നാം 12-ാം വാക്യം നോക്കി, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. സഭയുടെ ആരംഭഘട്ടത്തിൽ ത്രൂ എ ഗ്ലാസ് ഡിംലി, വ്യക്തമല്ല. അന്നത്തെ കണ്ണാടി വ്യക്തമല്ല. ആ കണ്ണാടിയിൽ അവ്യക്തമായൊക്കെ കാണുന്നു, ഒരു കടമഴി പോലെ കാണുന്നു. കാര്യങ്ങളൊന്നും വ്യക്തമല്ല, ഉപദേശങ്ങളൊന്നും കൃത്യമല്ല, ഇതൊന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ പൂർണ്ണമായത് വരുമ്പോൾ, ദൈവജനത്തിന്റെ പൂർണ്ണമായ രൂപം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ, അപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ മുഖാമുഖമായി കാണും, ഫേസ് ടു ഫേസ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ 2-ാം വരവല്ലാതെ അല്ലെന്നുള്ളത് ഞാൻ തെളിയിക്കാൻ പോകുക. മുഖാമുഖം എന്നുള്ള വാക്കുകൊണ്ട് നോക്കുക. ഒരു വാക്കൊന്നും എടുത്താട്ടെ, ആ പദം വന്നിരിക്കുന്ന സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന് 6 തൊട്ടുള്ള വാക്യം. എൻ്റെ വചനങ്ങളെ കേൾപ്പീൻ,
നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശയോട് അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്ന മറപൊരുളായിട്ടല്ല, അഭിമുഖമായി സ്പഷ്ടമായിട്ടത്രേ. ഇംഗ്ലീഷിൽ ആ വാക്യം ഞാൻ വായിക്കാം. ഫേസ് ടു ഫേസ്. പുറപ്പാട് ദിവസം 33 11 എടുത്താട്ടെ, ഇതേ കാര്യം പറയുന്ന ഒന്നുകൂടെ വായിക്കാം. 33:11 വാക്യം. ദൈവം പറയുന്നുണ്ട് മോശയെക്കുറിച്ച്, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഫേസ് ടു ഫേസ്. ദൈവം സ്വപ്നത്തിൽ കൂടെയും അരുളപ്പാടിലൂടെയും വ്യക്തമായിട്ട് അവ്യക്തമായിട്ട് ആളുകളോട് സംസാരിച്ചപ്പോൾ ദൈവം പറയുന്ന മോശയോട് എങ്ങനെ സംസാരിച്ചു? ഫേസ് ടു ഫേസ്, മുഖാമുഖമായി, വ്യക്തമായി. ഞാൻ മറപൊരുളായിട്ടല്ല മോശയോട് സംസാരിച്ചത്, മോശയോട് വ്യക്തമായി സംസാരിച്ചു. അപ്പോൾ ഇനിയൊന്ന് നോക്കിയത് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒന്നിൻ്റെതാണ് ഈ മുഖമുഖമായി കാണുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഓർത്തേ, സഭയുടെ ആരംഭഘട്ടത്തിൽ കണ്ണാടിയിലൂടെ കടമൊഴിയായി കണ്ടിരുന്നെങ്കിൽ പൂർണ്ണമായത് വന്നു കഴിയുമ്പോൾ മോശ ഫേസ് ടു ഫേസ് ദൈവത്തോട് സംസാരിച്ച പോലെ മറപൊരുളില്ലാതെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കും. ആ ഫേസ് ടു ഫേസ് എന്നുള്ളത് കർത്താവിനെ രണ്ടാം വരവിൽ കാണുന്നതിനല്ല പറഞ്ഞത്, പൂർണ്ണമായ ദൈവജനത്തിന് പറഞ്ഞിരിക്കുന്ന പദമാണ്. എത്രയോ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യമാണത്. അതുപോലെ തന്നെ ആ ശിശു വളർന്ന് മീറോസ് ആൻഡ് ടെലിയോസ്, പൂർണ്ണമായി ഒന്നിൻ്റെ ഭാഗം, അംശമായത് കുറേശ്ശെ കിട്ടി. ആ ശിശു പുരുഷനായി തീർന്ന പോലെ ദൈവജനം നമുക്ക് കുറേശ്ശെ തന്ന് അത് പൂർണ്ണമായി ലഭിച്ചു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശിശുവിനെ പോലെ സംസാരിച്ചു, പുരുഷനായ ശേഷം ശിശുവിനുള്ളത് ത്യജിച്ചു കളയും. അപ്പം ശിശുവിനുള്ളതായിരുന്നു എന്ത്? ഈ അംശമായ പ്രവചനവും ഈ ഭാഷാപരവും ഇതൊക്കെ ശിശുവിനുള്ളതായിരുന്നു. ദൈവസഭ പൗരുഷം പ്രാപിച്ച ശേഷം, പൂർണ്ണമായ വെളിപ്പാടുകൾ ലഭിച്ച ശേഷം ഇതൊക്കെ വിട്ടുകളയുവാനായിട്ടിടയായി മാറി. അഞ്ചാമത്തേത് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അഞ്ചാമത്തേത് ഇംഗ്ലീഷ് ബൈബിളിലുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 12-13 വാക്യം. 12-13 വാക്യത്തില് 12ാം വാക്യം നോക്കിയാട്ടെ. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴും അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. അവിടെ നോക്കിയേ, അവിടെ ഇപ്പോൾ എന്നുള്ള വാക്ക് 2 പ്രാവശ്യമുണ്ട്. ഇപ്പോൾ 12ാം വാക്യം. ഇനി 13ാം വാക്യത്തിൽ ഇപ്പോൾ എന്ന വാക്ക് 1 പ്രാവശ്യമുണ്ട്. മലയാളത്തിൽ അത് വിട്ടുപോയി. ഇംഗ്ലീഷ് ബൈബിളുണ്ടോ? നോക്കിയോ, വേഴ്സ് 13 ഞാൻ വായിക്കാം. നൗ അബൈഡത്ത് ഫെയ്ത്ത് ഹോപ്പ് ലവ്. നൗ എന്നുള്ള വാക്ക് വിട്ടുപോയി. ഇപ്പോൾ വിശ്വാസം ആകയാൽ ഇപ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം മൂന്ന് നിലനിൽക്കുന്നു. ഒരാരോ ഇട്ടിട്ട് അവിടെ ഇപ്പോൾ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഭാഷാന്തരത്തിൽ വിട്ടുപോയതാ. ഇംഗ്ലീഷിൽ നൗ എന്നുണ്ട്. യെസ് ഇല്ലേ? വേഴ്സ് 13 വായിച്ചു വേണേ. യെസ്. നൗ അബൈഡത്ത് ഫെയ്ത്ത് ലവ്. ആ നൗ എന്നുള്ള ഇവിടെ മലയാളത്തിലുള്ള അത് വിട്ടുപോയതാ, ട്രാൻസ്ലേഷന് വിട്ടുപോയതാ. പക്ഷെ ഇത് വളരെ പ്രാധാന്യതയുണ്ട്. 12ാം വാക്യത്തിൽ 2 പ്രാവശ്യം ഇപ്പോഴെന്നും 13ാം വാക്യത്തിൽ 1 പ്രാവശ്യം ഇപ്പോഴെന്നുമുണ്ട്. നമ്മൾ ഓർത്തു ഗ്രീക്ക് ഭാഷയിൽ. എന്നാൽ ഈ 2 വാക്യങ്ങളിൽ ഇപ്പോൾ എന്നുള്ളതിന് 2 വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഇപ്പോൾ എന്നാ, പക്ഷെ 2 ഉപയോഗിച്ചിരിക്കുന്ന 2 ഗ്രീക്ക് വാക്കാണ്. അതിന്റെ അർത്ഥം ഞാൻ പറയാം. 12ാം വാക്യത്തിൽ ഇപ്പോൾ എന്ന് 2 പ്രാവശ്യം ഉപയോഗിച്ചത് ആർട്ടി എന്ന ഗ്രീക്ക് വാക്കാണ്. ARTI. എന്നാൽ 13ാം വാക്യത്തിൽ ഇപ്പോൾ എന്നുള്ള ഗ്രീക്ക് വാക്ക് ന്യൂനി എന്നാണ്. ന്യൂനി. ഇനി അതിന്റെ അർത്ഥം ഞാൻ പറയാം. ആർട്ടി 12ാം വാക്യത്തിൽ ആർട്ടി എന്നുള്ള വാക്കിന്റെ അർത്ഥം അറ്റ് ദ പ്രസന്റ് മോമെന്റ്, ഈ സന്ദർഭത്തിൽ, ഈ കാലഘട്ടത്തിന്റെ, ജസ്റ്റ് നൗ, ഇപ്പോൾ. എന്നാൽ 13ാം വാക്യത്തിൽ ന്യൂനി എന്നത് അറ്റ് ദ പ്രസന്റ് ടൈം. ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അതൊരു പ്രത്യേക സമയമല്ല, ഈ സഭാകാലം മുഴുവനെ കാണിക്കുന്നു. ആ പദമാണ് ഇവിടെ വന്നത്, ന്യൂനി എന്നുള്ള പദം. എന്നാൽ ആർട്ടി എന്ന പദം, 12ാം വാക്യത്തിലെ ആർട്ടി എന്നുള്ള പദം
ഈ ആരംഭത്തിലെ അല്പസമയം, നൗ ജസ്റ്റ് ദിസ് പ്രസന്റ് മൊമെന്റ്സ്. അപ്പോൾ ആ ആശയം വെച്ചൊന്ന് വായിച്ചേ. ഞാനത് മലയാളത്തിൽ ഇങ്ങനെ ഒന്ന് ഭാഷാന്തരം ചെയ്ത് വായിക്കാം. ഇപ്പോൾ 12-ാം വാക്യം, ഇപ്പോൾ നാം ഈ ആരംഭത്തിലെ അല്പസമയം കണ്ണാടിയിൽ കടമൊഴിയായി അസ്പഷ്ടമായി കാണുന്നു, അപ്പോൾ മുഖമായി തെളിവായി കാണും. ഇപ്പോൾ ഈ ആരംഭത്തിലെ അല്പസമയം ഞാൻ സഭാ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ അറിയും. ഇനി 12-ാം വാക്യമോ, എന്നാൽ ഇപ്പോൾ ഈ സഭാകാലം മുഴുവൻ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇത് മൂന്നും നിലനിൽക്കും. 2 ഇപ്പോൾ എന്നുള്ള പദം 12-ലും 13-ലും ഉണ്ടെങ്കിലും 12-ാം വാക്യത്തിൽ ഈ ആരംഭത്തിൻ്റെ അല്പസമയം, ജസ്റ്റ് എ ലിറ്റിൽ മൊമെന്റ്. 13-ാം വാക്യത്തിൽ ഇപ്പോൾ എന്നുള്ളത് സഭാകാലനെ മുഴുവൻ കാണിക്കുന്ന പദമാണ്, നൂനി. അപ്പോൾ ഇവിടെ 12-ാം വാക്യത്തിൽ സഭയുടെ ആരംഭഘട്ടത്തിൽ, സഭയുടെ അല്പസമയം നമ്മൾ കണ്ണാടിയിൽ കടമൊഴിയായി അവ്യക്തമായി കാര്യങ്ങൾ കാണുന്നു. എന്നാൽ 12-ാം വാക്യത്തിൽ ഇപ്പോൾ സഭാകാലം മുഴുവൻ ഇത് മൂന്നും നിലനിൽക്കും എന്നുള്ളത് പറയുന്നു. അവിടെ വളരെ വ്യക്തമായി ഭാഷയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, കർത്താവിൻ്റെ 2-ാം വരവല്ല. ഞാൻ ആ ഭാഗം പറഞ്ഞ് നിർത്തട്ടെ. ഈ 5 കൂട്ടം കാര്യങ്ങൾ ഒന്നുകൂടി ഇരുന്ന് ധ്യാനിക്കുകയും ഒന്നുകൂടെ പഠിക്കുകയും ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ഇച്ചിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ, ഈസിയല്ല. നമ്മുടെ ലോജിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും എല്ലാം കൂടെ വരുമ്പോഴാണ് ഈ 5 കൂട്ടം കാര്യങ്ങൾ ഭാഷയുടെ പ്രയോഗത്തോടുള്ള ബന്ധത്തിലും പൗലോസൂടെ പറഞ്ഞ പോലെ ഈ കൃപാവരങ്ങൾ കർത്താവിൻ്റെ 2-ാം വരവിലല്ല, അവ്യക്തമായ ഈ അറിവുള്ള സഭയുടെ ആരംഭഘട്ടത്തിൽ അത് നിലനിന്നു. എന്നാൽ വ്യക്തമായി ദൈവജനം പൂർണ്ണമായി വന്നപ്പോൾ അംശമായതൊക്കെ നീങ്ങിപ്പോയി. കർത്താവിൻ്റെ 2-ാം വരവല്ല ശിശുവായിരുന്നു പുരുഷനായി തീരുന്നു മുഖാമുഖമായി കാണുമെന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവല്ല. സഭയുടെ ആരംഭഘട്ടത്തിൽ അവ്യക്തമായി ഒരു കണ്ണാടിയിലൂടെ എന്ന പോലെയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ പൂർണ്ണമായി ഇത് വന്നപ്പോൾ മോശ മുഖാമുഖമായി സംസാരിച്ച പോലെ കാര്യങ്ങൾ ഇന്ന് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. സമയം തീർന്നതുകൊണ്ട് ഇച്ചിരി കടന്നുകൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ. ഞാൻ ഒരു ക്ലാസ് കൂടെ സംശയങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ എടുക്കാനായിട്ട് അടുത്ത ആഴ്ച ചില കാര്യങ്ങളൂടെ ഒന്ന് വിശദീകരിച്ച് ഞാൻ ചില ഡൗട്ടുള്ള പോർഷൻസ് ഉണ്ട്. യോവേൽ പ്രവചനം 2-ാം അധ്യായം, ഈ വിഷയങ്ങളിലൊക്കെ അന്ത്യകാലത്തിന്മേൽ ഞാൻ സകലജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും. അതുപോലെ തന്നെ ഇത് പിന്മഴയാണ്, ഇങ്ങനെയുള്ള ചില സംശയങ്ങളുടെ ചില കാര്യങ്ങളുണ്ട്. ആ ഭാഗങ്ങളുടെ ക്ലിയർ ചെയ്തിട്ട് കൃപാവരത്തിൻ്റെ ബാക്കി പഠനം ഞാൻ നടത്തിക്കൊള്ളാം. സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കൃപാവരങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്കറിയാം താൽക്കാലിക കൃപാവരങ്ങളിൽ അന്യഭാഷ എന്നുള്ളത് അനേകർക്ക് സംശയമുളവാക്കി, അനേകരെ അശ്രദ്ധയുള്ളവരെ വാസ്തവത്തിൽ കർത്താവ് ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ മാറിപ്പോകുന്നൊരു കാലഘട്ടത്തിൽ നിന്റെ വചനത്തെ സൂക്ഷ്മമായി പരിശോധിച്ച് സത്യങ്ങൾ മനസ്സിലാക്കി നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ വരവിലല്ല, സഭയുടെ ആരംഭഘട്ടത്തിൽ തന്നെ അവ്യക്തമായി ലഭിച്ചിരുന്ന ആ കാലത്തിൽ അതിൻ്റെ ആരംഭഘട്ടത്തിൽ അത് നിലനിന്നു. എന്നാൽ പൂർണ്ണമായത് വന്നു കഴിഞ്ഞപ്പോൾ അവ്യക്തമായി മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങളൊക്കെ മാറി ഞങ്ങളിന്ന് വ്യക്തമായി മുഖാമുഖമായി കാണുന്നവരായി തീർന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, കാര്യങ്ങൾ ഞങ്ങളെ കൂടുതലായി പഠിപ്പിക്കണമേ. ഈ ദൈവജനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നിന്റെ ഉപദേശത്തിൽ ഉറപ്പിച്ച് യാതൊരു ചലനമില്ലാത്തവരായി, ഈ ഒരുപാട് ഉപദേശത്തിൻ്റെ കൊടുങ്കാറ്റടിച്ച് അനേകരെ കർത്താവെ വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളിതിൽ ഉറച്ചു നിൽപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം ഞങ്ങൾക്ക് തന്നത് ഞങ്ങളത് മുറുകെ പിടിപ്പാനും പരിശോധിപ്പാനുമാണ്. നീ അതിനെ സഹായിക്കണം. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവർക്കായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഭാഗമാണെങ്കിലും നീ അത് വ്യക്തമായി ഞങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കി തരണം. നിനക്ക് മഹത്വം ഉണ്ടാകണം. പിരിഞ്ഞു പോകുമ്പോൾ ക്ഷേമത്തോടെ ഞങ്ങളെ വീട്ടിലെത്തിക്കണം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഒരു വസ്തുത കൂടെ കേൾവിക്കാരെ ഓർപ്പിച്ചോളട്ടെ. വളരെ സംശയമുള്ള ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ പല സംശയങ്ങൾ അങ്കുരിച്ചെന്നിരിക്കാം. ആ സംശയങ്ങൾ കഴിയുന്നതും ദൈവജനത്തിൻ്റെ വെളിച്ചത്തിൽ ദൂരീകരിച്ചു തരുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ പറയുന്ന ഇമെയിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളതിന് മറുപടി തരാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ ആ വിധത്തിൽ ഇട്ടുകളയാതെ ദൈവജനത്തിൻ്റെ വെളിച്ചത്തിൽ ദൂരീകരിപ്പാൻ ശ്രമിക്കുക. അല്ല, ഞങ്ങളെ വ്യക്തിപരമായി കാണണമെങ്കിലും ഞങ്ങളതിന് സന്നദ്ധരാണ്. താഴെ പറയുന്ന സൈറ്റുകൾ ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.